Hello. Dingahu Akbar, Dingahu Akbar, Dingahu Akbar, Dingahu Akbar, Dingahu Akbar, Dingahu Akbar. ഇത് ബാങ്ക് നേരത്തെ Ashhadu an la ilaha illa Dingah, Ashhadu an la ilaha illa Dingah, Ashhadu an la ilaha illa Dinga. Ashhadu anna mitu moyal rasulu Dingah, Ashhadu anna mitu moyal rasulu Dingah. Hayya ala free thinking, Hayya ala free thinking, La hawla wa la quwwata. Hayya ala scientific temper, ബാങ്ക് വിളിയൊക്കെ കേട്ടിട്ട് മതി ബാക്കി. Hayya ala ഏതായാലും മതം നിന്ദയാണ്. scientific temper. എന്നാ പിന്നെ ബാക്കി മതം നിന്ദ കൂടി അങ്ങ് ആയിക്കളയാന്ന് വിചാരിച്ചു. Dingahu Akbar, Dingahu Akbar, Dingahu Akbar, Dingahu. La ilaha illa Dingah, La ilaha La ilaha illa Dingah. ഔദു ബിദിങ്കനാഹി മിനൽ ഉട്ടാപ്പി റജീം. ബിസ്മിൽ ദിങ്കനാഹി റഹ്മാനി റഹീം. മതനിന്ദ എങ്ങും പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇച്ചിരി മതനിന്ദ കുറച്ചും കൂടി ആകാം എന്ന് വിചാരിച്ചു. ഏതായാലും പാൽപ്പായസത്തിന് മധുരം കൂടി. ഇനിയിപ്പോൾ ഒരു ലേശം ഒരു 1/2 ടീസ്പൂൺ കൂടി എന്ന് വിചാരിച്ചൊരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് 2-3 വിവരങ്ങളാണ് നമുക്കിന്ന് പങ്കുവെക്കാനുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളുടെ യൂണിഫോം സിവിൽ കോഡ് സംബന്ധിച്ചിട്ട് ഇവിടെ ചർച്ച ഉണ്ടാകുന്ന ആ ഒരു സമയത്ത് നമ്മൾ പറയാറുള്ള ചില കാര്യങ്ങൾ. അതിൻ്റെ ആ ഒരു വശം നമ്മൾ പറയാറുള്ള ഒരു വശമുണ്ട്. അതായത് ക്രിമിനൽ കോഡിനെ കുറിച്ച് പറയുമ്പോൾ അത് വന്ന് നമുക്ക് വേണ്ട, അതിൽ ഇസ്ലാമിക ശരിയ നിയമമൊന്നും നമുക്ക് വേണ്ട. പക്ഷേ സിവിൽ നിയമം വരുന്ന സമയത്ത് അതിൽ തന്നെ ചില സാധനങ്ങൾ ഈ കെട്ടണ കാര്യമൊക്കെ വരുമ്പോൾ അതിന് നമുക്ക് സിവിൽ നിയമമൊക്കെ വേണം. അവിടെ യൂണിഫോമിറ്റി പറ്റില്ല, അത് വന്ന് നമുക്ക് ഹറാം. അതില്ലാന്നുണ്ടെങ്കിൽ മുസ്ലിമിന് എന്തൊക്കെ സാമാനങ്ങൾ കൊഴിഞ്ഞു പോകും എന്നതൊക്കെയാണ് ഇവിടുത്തെ വലിയ വലിയ വാദങ്ങൾ. അപ്പോൾ അത് നമ്മൾ പറയാറുണ്ട്, അതൊരു ഇരട്ടത്താപ്പാണ്, അങ്ങനെ പറയുന്നത് ശരിയല്ലാന്ന്. അപ്പോൾ അത് രണ്ടും നമുക്കിന്ന് സമൂഹത്തിൽ കാണാൻ പാകത്തിന് ഒരു വിഷയം, 2 വിഷയങ്ങൾ ഇവിടെ വന്നപ്പോൾ അതൊന്ന് ചേർത്ത് പറയാമെന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ 1-2 കാര്യങ്ങൾ വേറെയും ചേർത്ത് പറയാനുണ്ട്. അപ്പോൾ അതിലേക്കാണ് നമുക്ക് കടക്കാനുള്ളത്. ആദ്യം ആ വിവരം അങ്ങ് പങ്കുവെച്ചേക്കാം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു പോസ്റ്റർ കണ്ടിട്ടുണ്ടാവും. അതായത് വീണ്ടും മതവിദ്വേഷ പോസ്റ്റുകൾ, യുക്തിവാദി നേതാവ് ആരിഫ് ഹുസൈനെതിരെ കോടതി അലക്ഷ്യ നടപടി. എത്ര തവണ പറഞ്ഞിരിക്കുന്നു യുക്തിവാദി എന്ന് വിളിക്കരുത്, നമ്മൾ ഒരു ഫ്രീ തിങ്കർ എന്ന് വിളിക്കാനാണ് നമുക്ക് നല്ലത്. കാരണം നിലവിൽ ഇവിടെയുള്ള പല യുക്തിവാദികളുടെ നിലപാടുകളോട് നമുക്ക് യോജിപ്പൊന്നുമില്ല. കാരണം അവർ ഈ ഇസ്ലാമിനെ മൂട് താങ്ങി നടക്കുന്ന കുറേ ആളുകളാണ്. നമുക്ക് ഏതായാലും ആ പണി നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ ഫ്രീ തിങ്കർ എന്നുള്ളൊരു വാക്ക് തന്നെ, ഇനി അതല്ലെങ്കിൽ എക്സ് മുസ്ലിം എന്ന് പറയുന്നതാണ് നമുക്കിഷ്ടം. അപ്പോൾ അത് തിരുത്തുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് എതിരെ ഒരു കോടതി അലക്ഷ്യ കേസ് അവിടെ ഫയൽ ചെയ്തിരിക്കുകയാണ്. ഇത് നേരിട്ട് ഹാജരാകണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് വായിച്ചപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 2 കാര്യത്തിനാണ് എനിക്കൊരു നന്ദി ആദ്യമേ തന്നെ നമ്മുടെ സുഡാപ്പി സുഹൃത്തുക്കളോട് എനിക്ക് അറിയിക്കാനുള്ളത്. ഈ കേസ് കൊടുത്തിരിക്കുന്നത് PM നിയാസ് എന്ന് പറയുന്ന ഒരു കൊലകൊമ്പൻ ഒരു സുഡാപ്പിയാണെന്നാണ് അറിയുന്നത്. വലിയ തീവ്രവാദ ചരിത്രവും പാരമ്പര്യമൊക്കെ ഉള്ള ഒരു വലിയ കുടുംബത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മഹിമ എന്തായാലും കാണിക്കുമല്ലോ. അതാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോട്ടെ, അത് പുള്ളിയുടെ പണിയാണ്, അത് അതിൻ്റെ വഴിക്ക് പോട്ടെ. പക്ഷേ ഇതിലെ സന്തോഷം, ഒന്നാമത്തെ സന്തോഷം എന്ന് പറയുന്നത് മീഡിയ വണ്ണിനോട് പ്രത്യേകിച്ചും നല്ല നല്ല ഫോട്ടോകളൊക്കെ ഇട്ട് നിങ്ങൾ ഇതേപോലെ നല്ല അടിപൊളി പോസ്റ്റേഴ്സൊക്കെ ഉണ്ടാക്കി തരുന്നത് നമ്മുടെ പണി എളുപ്പമാക്കുന്നു എന്ന് മാത്രമല്ല, നമ്മളെക്കുറിച്ച് ഇതുവരെ അറിയാത്ത മുസ്ലിങ്ങളുടെ ഇടയിലേക്ക് വരെ ഇത് എത്തിക്കുന്നു എന്നതും കൂടി അറിയുമ്പോൾ നമുക്ക് വലിയ സന്തോഷമുണ്ട്.
ഇത് നമ്മൾ എത്ര പണിയെടുത്താലും ആ പറയുന്ന ഒരു കൂട്ടം ആളുകളിലേക്ക് ഇതൊക്കെ എത്തിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ ജഡ്ജി മനഃപൂർവ്വം ചെയ്യണമാണോ എന്നാണ് എൻ്റെ ഒരു ഡൗട്ട്. ഇത് അനാവശ്യമായിട്ട് ഇതേപോലെ ഒരു ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകുന്നതൊക്കെ നമുക്ക് തോന്നുമെങ്കിലും സത്യത്തിൽ ഇതിനൊരു ഗുണമുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ ഐ എം ടേക്കിംഗ് ഇറ്റ് ദാറ്റ് മാനർ, അല്ലെങ്കിൽ ആ ഒരു സ്പിരിറ്റിൽ ഞാൻ എടുക്കുകയാണ്. അതൊരു കുറച്ചും കൂടി ആളുകളിലേക്ക് എത്താൻ ഇതൊരു വലിയ എനിക്ക് തോന്നുന്നു ഈ കേസ് വന്നതിന് ശേഷം അതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മളെ വീഡിയോ കുറച്ചും കൂടി ആളുകളൊക്കെ കാണുന്ന നിലയിലേക്കൊക്കെ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൽ ഒന്നാമത്തെ സന്തോഷം. രണ്ടാമത്തെ സന്തോഷം എന്ന് പറയുന്നത്, ഞാൻ ഈ പോസ്റ്റ് ഇതവിടെ പിൻവലിക്കാനുണ്ടായ സാഹചര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വോട്ടിംഗ് നടത്തിയതാണ്. അതായത് നമ്മളിവിടെ രണ്ട് കാര്യങ്ങൾ ആ സമയത്ത് നടന്നത്. ഒന്ന്, നമ്മളുടെ യേശു ക്രിസ്തുവിനെ കുറിച്ചിട്ട് ഒരു മുസ്ലിം പണ്ഡിതൻ പറഞ്ഞ വളരെ മോശമായിട്ടുള്ളൊരു പ്രയോഗം, പിഴച്ചു പറ്റ യേശു എന്ന് പറയുന്ന രീതിയിലൊരു വാചകം അദ്ദേഹം ഉപയോഗിക്കുന്നു. അപ്പോൾ അത് ഒരു വശത്ത് വരുന്നു. രണ്ടാമത് നമ്മൾ നുബൂർ ശർമ്മ വിഷയത്തിൽ മുഹമ്മദ് നബി ഇങ്ങനെ ചെറിയ പിള്ളേരെയൊക്കെ ഇങ്ങനെ നടക്കുന്ന പരിപാടി, അതായത് ആയിഷയെ കെട്ടിയ കഥയൊക്കെ അവിടെ പറഞ്ഞത്. അപ്പോൾ ഒരു ശിശു ഭോഗം നടത്തിയ ഒരാളാണ് മുഹമ്മദ് നബി എന്ന രീതിയിലൊരു വാചകം അവിടെയും വരുന്നു. അപ്പോൾ ഈ രണ്ട് സാധനവും നമ്മുടെ നാട്ടിൽ വന്ന ആ ഒരു പീരീഡ്. അപ്പോൾ അതിൽ നമ്മൾ ചോദിക്കുകയാണ്, ഇതിലേത് കേൾക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഇവിടെ കുരു പൊട്ടുന്നത്? ഇതിലേത് കേൾക്കുമ്പോഴാണ് നമ്മളുടെ ഇടയിലുള്ള ആളുകൾ ഇച്ചിരി മയത്തിലൊക്കെ ആകാം എന്ന് പറയുന്നത് എന്നത് തമ്മിൽ നമ്മളൊരു വോട്ടിംഗ് നമ്മൾ നടത്തി. വോട്ടിൻ്റെ ഫലം നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. കാക്കാമാരുടെ കുരു തന്നെയാണ് പൊട്ടിയത്. അതിൻ്റെ ആ പൊട്ടിയത് ഇപ്പോഴും വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് വേറെ വിഷയം. എന്തായാലും ഇതായിരുന്നു നമ്മുടെ പോസ്റ്റ്. അപ്പോൾ സത്യത്തിൽ ഇതിനകത്ത് മതവിദ്വേഷം എന്ന് പറയുന്ന ഒരു സംഗതിയൊന്നുമില്ല. നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതിനകത്തുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഈ മതവിമർശനം നടക്കുമ്പോൾ മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്ന് മാത്രം ഇതിന് മാത്രം വലിയ ഇങ്ങനെ ഒരു റിയാക്ഷൻ ഉണ്ടാകുന്നു. അത് കൈവെട്ടിലേക്ക് പോകുന്നു, കാൽവെട്ടിലേക്ക് പോകുന്നു, ബോംബേറിലേക്ക് പോകുന്നു. അങ്ങനെ പല വിഷയങ്ങൾ വളരെ അക്രമാസക്തമാകുന്ന രീതിയിലേക്ക് പോകുന്നു. എന്നാൽ ഇവിടെ ഹിന്ദുമതത്തെ വിമർശിക്കുമ്പോഴോ ക്രിസ്ത്യാനിറ്റിയെ വിമർശിക്കുമ്പോഴോ അത് അവർ ആ സ്പിരിറ്റിലെടുത്ത് പോകുന്നു. ഇത് ആ സമയത്ത് ഞാൻ ആ പോസ്റ്റ് ഇട്ട സമയത്ത് ഇവിടുത്തെ കാക്കാമാർ എടുത്ത് വലിയ തോതിൽ അത് പ്രചരിപ്പിച്ചു, ഞാൻ മതവിദ്വേഷം ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കണ്ടിട്ട് ചില ക്രിസ്ത്യൻ സുഹൃത്തുക്കൾ നമ്മളെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താണ് ആരിഫ് ഉദ്ദേശിച്ചത് എന്ന്. നമുക്ക് അറിയുന്ന കുറച്ച് ആളുകൾ നമ്മളോട് വിളിച്ച് ചോദിച്ചപ്പോൾ ഉള്ള കാര്യം പറഞ്ഞു, ഇതാണോ, ഇത് ഇത്ര വലിയ പ്രശ്നമുള്ളതൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞ് അവർ പോയി. പക്ഷേ കാക്കമാർക്ക് അത് സഹിച്ചില്ല. അവർ പ്രതീക്ഷിച്ചത് അവരങ്ങനെ പ്രചരിപ്പിച്ച് കഴിയുമ്പോൾ കുറേ ക്രിസ്ത്യാനികൾ വരും, ഉടനെ എനിക്കെതിരെ കേസ് കൊടുക്കുമെന്നൊക്കെയാണ് അവർ വിചാരിച്ചത്. ആരും കേസ് കൊടുക്കാനൊന്നും പോയില്ല. ഏതായാലും ഇതിനകത്ത് ഈ പിഴച്ചു പറ്റ യേശു എന്ന് പറഞ്ഞ ആൾക്കെതിരെ ആ പ്രസംഗിച്ച ഒരു ഹക്കീമി മൂപ്പർക്കെതിരെ ഒരു വലിയ കേസൊക്കെ ആയിട്ട് ഇവിടുത്തെ ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള ആളുകൾ പോയിട്ടുണ്ടായിരുന്നു. അതെന്തായെന്ന് എനിക്കറിയില്ല. ഒരു FIR ഒക്കെ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതങ്ങനെ പോയി. അപ്പോൾ എന്താ പറഞ്ഞു വെച്ചാൽ ഇതൊക്കെ ഉണ്ടായി. അപ്പോൾ ഇങ്ങനെ ഉണ്ടായത് ആ ഒരു പീരീഡിലുണ്ടായ ഒരു സംഭവം ആയതുകൊണ്ടും ഇന്നിപ്പോൾ നമ്മൾ ഈ കേസ് വാദിക്കുന്നത് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 2025 25 അടുപ്പിച്ച് നിൽക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഇത് ഏതാണ്ട് ഒരു വർഷം മുന്നേ നടന്ന കാര്യമാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ പിന്നിൽ വെറുതെ ആ സാധനം റെലവൻ്റ് അല്ലാത്തതുകൊണ്ട് ഇന്നിപ്പോൾ അത് ഏതായാലും റെലവൻ്റ് അല്ല. ആ സാധനം വോട്ട് അവിടെ നടക്കുന്നില്ല, വോട്ടിങ്ങിൻ്റെ പീരീഡൊക്കെ കഴിഞ്ഞാണ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്തേക്കാം എന്ന് പറഞ്ഞ് അവിടെ ഒരു എന്താ പറയുക, അവിടുത്തെ ആ ഒരു സാഹചര്യം ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞാണ്. അപ്പോഴും ഇതിൻ്റെ വാദം 4-ാം തീയതിയിലാണ് നടക്കാനിരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യമൊക്കെ എഴുതി കോടതിയിൽ അറിയിച്ചിട്ടുള്ള കാര്യമാണ്. അത് 4-ാം തീയതി കേൾക്കാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതിന് മുന്നേ തന്നെ ഈ സംഗതിയിൽ വേണമെങ്കിൽ നമുക്കത് പിൻവലിക്കാം എന്ന് പറഞ്ഞു. ഇത് പിൻവലിക്കാമെന്ന് പറഞ്ഞതോടുകൂടി ഇവിടെ വലിയ പ്രചാരണമാണ്. ആരിഫിന് തെറ്റ് സമ്മതിച്ചു, കോടതി റിമൂവ് ചെയ്യാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ വാഗ്വാദങ്ങളും അതിൻ്റെ പേരിലുള്ള അവകാശവാദങ്ങളും, നമ്മൾ തെറ്റ് തിരിച്ചറിഞ്ഞ് പിൻവലിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രചാരണം. അപ്പം ഇപ്പോൾ എനിക്ക് അവിടെ പോയിട്ട് പറയാൻ പറ്റുമോ? ഇല്ല, ഞാൻ പിൻവലിച്ചിട്ടില്ല, ഞാൻ ഇന്ന കാരണം കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇവരെങ്ങനെ വിശ്വസിപ്പിക്കുന്നതൊക്കെ ഇങ്ങനെ വിഷമിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവർ തന്നെ കൊണ്ടുപോയിട്ട് കേസ് കൊടുത്തിരിക്കുന്നത്. അതായത് ഞാൻ പിൻവലിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിൻവലിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല സംഗതി പുറത്ത് വന്നപ്പോൾ ഞാൻ എന്തോ കീഴടങ്ങിയ പോലെയാണ് അത് അവർ പോലും മനസ്സിലാക്കിയത്. എന്ന് വെച്ചാൽ നമ്മൾ തെറ്റ് മനസ്സിലായി എന്നിട്ട് പിൻവലിച്ചു എന്നുള്ള രീതി. ഇതിൽ തെറ്റുണ്ടോ ഇല്ലയോ എന്നുള്ളത് വാദം കേൾക്കാനിരിക്കുന്നേ ഉള്ളൂ. അതിൽ നമ്മളുടെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ളത് വാദിക്കാനിരിക്കുന്നതേ ഉള്ളൂ. അത് സ്ഥാപിക്കേണ്ട ബാധ്യത അത് അവരുടെ ഭാഗത്ത് അതും നടക്കാനിരിക്കുന്നുള്ളൂ. പക്ഷേ അതിന് മുന്നേ തന്നെ നമ്മളിത് റിമൂവ് ചെയ്യുന്നത് ഈ സാഹചര്യം ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ ഇവരത് എടുത്തു വെച്ച് പറഞ്ഞത് ഇത് നമ്മൾ മനഃപൂർവ്വം മാറ്റി തെറ്റ് തിരിച്ചറിഞ്ഞു, കോടതി മാറ്റാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു. അപ്പോൾ ഏതായാലും ഇന്നിങ്ങനെ പോസ്റ്റ് ഇട്ടപ്പോൾ എൻ്റെ ആ പണി നിങ്ങൾ എളുപ്പമാക്കി തന്നിരിക്കുകയാണ്. അതായത് പോസ്റ്റ് സംഗതി മാറ്റിയെങ്കിലും നിങ്ങൾ മാറ്റിയില്ല എന്ന് പറഞ്ഞ് കോടതിയിലേക്ക് എത്തി. ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത വഴിയായിട്ട് നമ്മൾ നീങ്ങും. അതാണ് അവിടെ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും
ഇങ്ങനെ നമ്മളുടെ വഴികൾ എളുപ്പമാക്കി തരുന്നു, നമ്മളെ കൂടുതൽ കൂടുതൽ ചർച്ചയിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ സഹായിക്കുന്നു, കൂടുതൽ ഇതുവരെ അറിയാത്ത ആളുകളിലേക്കും കൂടി നമ്മളെ കൊണ്ടെത്തിക്കാൻ നിങ്ങൾ വഴിവെക്കുന്നു. ഇതെല്ലാം ഓർക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട്. നമ്മളെ നിങ്ങൾ പന പോലെ വളർത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ ഒരു വിഷയം, ഈ ഒരു കേസ് കൂട്ടമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ ഒരാളെയും മതനിന്ദ പറഞ്ഞിട്ട് ആരെയും ശിക്ഷിച്ചിട്ടില്ല. അത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. കാക്കാമാരെ അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. മതനിന്ദ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളിപ്പോൾ ഇതേപോലെ കുറച്ച് സമയമൊക്കെ നമ്മുടെ മെനക്കെടുത്തുമായിരിക്കും, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലൊക്കെ ഒന്ന് കയറ്റി ഇറക്കുമായിരിക്കും, അല്ലെങ്കിൽ കോടതിയിലൊന്ന് കൊണ്ടുപോയി നിർത്തുമായിരിക്കും. അതിനപ്പുറത്തേക്ക് ഇതിന് ആയുസില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇതുവരെ ഒരാളെ പോലും ശിക്ഷിച്ചിട്ടില്ല. വല്ല 1000 രൂപയുടെ വല്ല പെറ്റി ഫൈൻ വല്ല അടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്കൊന്നും പോയിട്ടില്ല. ആരെയും പിടിച്ച് ജയിലിൽ അടച്ചിട്ടില്ല. ആരുടെയും പണിയുടെ കച്ചവടം ഇവിടെ പൂട്ടിച്ചിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ആ സന്തോഷമൊക്കെ തൽക്കാലത്തേക്ക് നിങ്ങൾ സന്തോഷിച്ചോ, അതിലൊന്നും നമ്മളുടെ വിഷമമൊന്നും അതിലൊന്നും ഒരു ബുദ്ധിമുട്ട് നമ്മൾ പറയുന്നില്ല. നിങ്ങളുടെ അവകാശമാണല്ലോ അങ്ങനെയുള്ള ചില എന്താ പറയുക, ഒരു താൽക്കാലികമായ സന്തോഷങ്ങൾ കണ്ടെത്താൻ വേണ്ടി ആരാണ് താൽക്കാലികമായ സന്തോഷം ആഗ്രഹിക്കാത്തത്? അതുകൊണ്ട് നിങ്ങളത് തൽക്കാലം ആഘോഷിച്ചോളൂ എന്ന് എനിക്ക് പറയാനുള്ളൂ. അതിനപ്പുറത്തേക്ക് ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ ശിക്ഷിച്ചിട്ടുള്ളത് ആരെയാണ്? ശിക്ഷിച്ചിട്ടുള്ളത് ചില ഗുണ്ടകൾ, ഒറിജിനൽ ഗുണ്ടകൾ ഇവിടെ ഉണ്ട്. ഒന്ന് നമ്മൾ ജാക്കിർ നായിക്ക്, നിങ്ങൾക്ക് അറിയാത്ത ആളൊന്നുമല്ല, നല്ല 1ാം നമ്പർ തീവ്രവാദിയാണ്. അതിൻ്റെ എല്ലാ തെളിവുകളും ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കൂടി ഹൈദരാബാദിൽ ഒരു ഹിന്ദു ഐഡൽസ്, അതായത് പ്രതിമകൾ നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കേസ് ഉണ്ടാവുകയും അയാളെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് അയാളെ ചോദ്യം ചെയ്തപ്പോൾ അയാളും പേര് പറഞ്ഞത് എനിക്കിതെല്ലാം ചെയ്യാൻ പ്രചോദനം കിട്ടിയത് ജാക്കിർ നായിക്കിൻ്റെ വീഡിയോ കണ്ടിട്ടാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു മൊഴി വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ കൂടുതൽ യുവാക്കളെ ഇതുപോലെ റാഡിക്കലൈസ് ചെയ്യുന്നതിലേക്ക് വഴി വെച്ചിട്ടുള്ള ഒരു മഹാനാണ് ഈ പറയുന്ന ഈ മദ്രസ, ഈ കോട്ടുമുക്കറി എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് നമ്മളുടെ ജാക്കിർ നായിക്ക്. മൂപ്പരുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. ഇന്ത്യയിലേക്ക് കാലെടുത്ത് വെച്ച് അപ്പോൾ കയറ് വീഴും. ഇതാണ് അവസ്ഥ. അവിടെ ഹിജറ പോയിട്ട് മലേഷ്യയിൽ ഒളിച്ച് താമസിക്കേണ്ട ഗതികേടിലാണ് ഇവിടെ ജാക്കിർ നായിക്ക്. ആ ഗതികേടൊന്നും ഏതായാലും എനിക്കുണ്ടാവാൻ പോകുന്നില്ല. ഇനി മറ്റൊരു വ്യക്തി ഇവിടെ കാണാം, ഷംസുദ്ദീൻ പാലത്ത്, നല്ല എണ്ണം തികഞ്ഞ തീവ്രവാദി. കാഫിറിൻ്റെ വീട്ടിൽ വെളിച്ചം പോലും ഹറാമാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ട് ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെ ഇടയിൽ വളരെ വലിയ വിദ്വേഷം ഇറക്കി വെക്കുകയും അതിൻ്റെ പേരിൽ കേസ് നേരിടുകയും അതിൻ്റെ പേരിൽ ഉണ്ട തിന്നുകയും ചെയ്ത ആളാണ് ഈ പറയുന്ന ഷംസുദ്ദീൻ പാലത്ത്. ഇന്നും ഉണ്ട തിന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് അറിയുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഏതായാലും ഇതിന് കേസ് കൊടുത്ത് നമ്മൾ ഷുക്കൂർ വക്കീലൊക്കെയാണ് ഇതിന് കേസ് കൊടുത്തതും ഒക്കെയാണ് എൻ്റെ ഓർമ്മ. കുറേ മുന്നേ നടന്നിട്ടുള്ള കാര്യമാണ്. ഇപ്പോഴും ആൾ പുറത്തില്ല. പ്രസംഗങ്ങൾ പുതിയത് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കാത്തത് ഇതേപോലെയുള്ള കാര്യങ്ങൾ ഒപ്പിച്ചതിൻ്റെ പേരിലാണ്. ഏതായാലും നമ്മൾ എന്തൊക്കെ ചെയ്താലും കൂടിപ്പോയ ഒരു മാസം നമ്മളില്ലായിരിക്കും, അല്ലെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ പൂട്ടുമായിരിക്കും, നമ്മൾ വേറെ യൂട്യൂബ് ചാനൽ തുടങ്ങും. അതേവിടെ ഉണ്ടാവും പോകണുള്ളൂ. ഇതുകൊണ്ടൊന്നും നമ്മളുടെ പണി നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇനി നമ്മൾ ഇവിടെ എന്നെ നിങ്ങൾ എന്തെങ്കിലും ചെയ്താലുണ്ടാകുന്നത് ഞാൻ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ വലിയ ദോഷമായിരിക്കും ഇസ്ലാമിനുണ്ടാവാൻ പോകുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ അക്രമത്തിലേക്ക് തിരിയുന്നതും നിങ്ങൾക്ക് ദോഷം തന്നെയായിരിക്കും. അതും ഇവിടെ ഒന്ന് പറഞ്ഞു വെക്കുകയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എനിക്കെന്തെങ്കിലും സംഭവിക്കുന്ന ഒരു നിലയിലേക്ക് കൊണ്ടെത്തിയാൽ നമ്മളുടെ സാധനങ്ങൾ ഇവിടെ ഇതിനോടകം തന്നെ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കാനുള്ള എല്ലാ വഴിയും നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ നിന്ന് പോയാലും അതെല്ലാം ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആ ആശയങ്ങളെ ഒരിക്കലും നശിപ്പിക്കാൻ കഴിയില്ല എന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചും കണ്ടു നിൽക്കുക. ഏതായാലും മൂന്നാമത്തെ ഒരു ബോണസ് സന്തോഷം എന്ന് പറയുന്നത് എന്താണ്? അത് നിങ്ങൾ ഈ കൈവെട്ടും കാലുവെട്ടും ഒക്കെ വിട്ടിട്ട് പടച്ചോനിലുള്ള വിശ്വാസവും വിട്ടിട്ട് പടച്ചോനിൽ കുറേ പ്രാർത്ഥിച്ചൊക്കെ നോക്കിയെന്നാണ് നാസ റിപ്പോർട്ട് ചെയ്തത്. കുറേ അള്ളാഹും ഐസൽ ഇസ്ലാം അവൽ മുസ്ലിമി എന്നൊക്കെ പറഞ്ഞിട്ട് വെള്ളിയാഴ്ച മൂട് പൊക്കി കുറേ പ്രാർത്ഥിച്ചു എന്നൊക്കെ കേട്ടു. പടച്ചോൻ ഇപ്പോൾ അതൊന്നും കേൾക്കുന്നില്ല. പടച്ചോൻ അവിടെ മറ്റേ പെണ്ണുങ്ങളാരെങ്കിലും തട്ടം ഊരുന്നുണ്ട്, ആരെങ്കിലും അവിടെ ബാത്റൂമിൽ നിന്ന് വല്ല സ്വയംഭവം ചെയ്യുന്നുണ്ടെന്ന് ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്ന പരിപാടിയിലാണ്. പടച്ചോൻ തിരക്കിലാണ്. അപ്പോൾ അതുകൊണ്ട് പടച്ചോൻ ഇതൊന്നും വലിയ ശ്രദ്ധയൊന്നുമില്ല. ഗാസയിലോട്ട് പോലും നോക്കുന്നില്ല. അവിടെ സിൻമറൊക്കെ വടിയിട്ട് തെറിഞ്ഞിട്ടൊക്കെയാണ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നത്. അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയിട്ട് അല്ലാതെ പടച്ചോൻ മറ്റേ അബാബിയിൽ പക്ഷികളൊക്കെ ഇറക്കുന്നൊക്കെ വിചാരിച്ചാണ് പുള്ളി ഇങ്ങനെ ഇരുന്നത് ബിൽഡിങ്ങിനകത്ത്. എവിടെ അബാബിയിൽ വരുന്നു? അബാബിയിൽ പോയിട്ട് അബാബിലിൻ്റെ പൂട പോലും വന്നില്ല. തീയും വന്നില്ല, ജ്യോതിയും വന്നില്ല. എൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു വടിയെടുത്ത് ഞാനൊന്ന് എറിഞ്ഞു നോക്കി, അതും വീണില്ല. അവസാനം എന്നെ വെടി വെച്ചിട്ടു. ഞാൻ അങ്ങനെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. എൻ്റെ പൊന്നു ഹൂറികളെ എന്ന് പറഞ്ഞ് കഥ അവിടെ പറയുന്നത് ലീക്കായിട്ട് കഴിഞ്ഞ ദിവസം വാട്സപ്പ് മെസ്സേജ് ആയിട്ട് നടക്കുന്നുണ്ട്. ഇതാണ് അവസ്ഥ. അപ്പോൾ നിങ്ങൾ തിരിച്ചറിയുക, അള്ളാഹുവിനെ നിങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. അള്ളാഹു വളരെയധികം നിസ്സഹായനായിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ കൂടി സഹായമുള്ളത് കോടതിയാണ്. അത് നിങ്ങൾ എടുത്തോളൂ, നമുക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം എന്താണ്? കൈവെട്ടും കാൽവെട്ടൊക്കെ വിട്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ എടുക്കേണ്ട സാധനങ്ങൾ എടുത്തു. ഇതാണ് അതിൻ്റെ വഴി. ഇതാണ് നമ്മൾ ഇനി നേരിടാൻ പോകുന്ന കാര്യം. ഇതിൽ നമ്മൾ ഫൈറ്റ് ചെയ്യും. നമ്മൾ ഹദീസും അതുപോലെ ഖുർആനിലെ ആയത്തൊക്കെ വെച്ചിട്ട് ഇനി കോടതിയിൽ വെച്ചിട്ട് നമുക്കൊന്ന് നേരിട്ട് മുട്ടാം, ഓക്കെ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ. അപ്പോൾ കോടതിയിലേക്ക് എത്തിക്കാനുള്ള വഴി നിങ്ങൾ തന്നെ എത്തിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാനിപ്പോൾ കോടതിയിലൊന്ന് ഹാജരായിക്കോട്ടെ എന്ന് പറഞ്ഞ് നിൽക്കേണ്ട അവസ്ഥയായിരുന്നു. അപ്പോൾ ഏതായാലും കോടതിയിൽ വരണം എന്നിപ്പോൾ അവരെ കൊണ്ട് നിങ്ങൾ പറയിപ്പിച്ച സ്ഥിതിക്ക് നമുക്ക് വന്ന് നോക്കാം എന്തായിരിക്കും പറയാന്നുള്ളത് നമുക്ക് കണ്ടറിയാലോ.
സമയം അവിടെ കിടക്കുകയല്ലേ കുട്ടികളെ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെയാണ് അവസ്ഥ. നമുക്ക് പറയാനുള്ള കാര്യങ്ങളും നമ്മളുടെ ബോധ്യങ്ങളും അത് ഉത്തമമായ ഒരു ബോധ്യമായിക്കൊണ്ട് അവിടെ ഉള്ളിടത്തോളം കാലം നമ്മളുടെ കൂടെ ഈ കിതാബ് എവിടെ പോയി, കിതാബ് ബാക്കിലിരിപ്പുണ്ട്, പിന്നെ മൊബൈലിലുണ്ടല്ലോ, ഈ കിതാബ് നമ്മുടെ കയ്യിലുള്ളിടത്തോളം കാലം ഒന്നുകൊണ്ടും പേടിക്കാനില്ല. ഈ ഹദീസ് ഗ്രന്ഥമാണ് എൻ്റെ ശക്തി. കാരണം എന്താണ്, നിങ്ങൾ ഉന്നയിക്കുന്നത് ഇപ്പോൾ ശിശുഭോഗി എന്ന് ഞാൻ ചെയ്തിട്ടുണ്ട്, അവിടെ വക്കീൽ അവിടെ കൊടുത്തിട്ടുണ്ട്. ജഡ്ജി അത് വായിക്കുമ്പോൾ കുട്ടിമാമ ഞാൻ ഞെട്ടിമാമ എന്ന് പറയുന്ന പോലെ ഇരിക്കുന്നതാണ് ഇനി നമ്മൾ ആലോചിക്കുന്നത്. എന്തായാലും നമുക്കിതിനി കുറേയൊക്കെ കോടതിയിലേക്ക് കൊണ്ടുവരാം. അതൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് പ്രചരിപ്പിക്കാനുള്ള വഴി വരെ ഇവിടെ ഉള്ളപ്പോൾ ഇത് നമ്മൾ നാട്ടുകാരൊക്കെ അറിയട്ടെ. കോയ കോളിംഗ്, കോടതി മുറിയിൽ നിന്നും ഒരു കോയ കോളിംഗ് നമുക്ക് അതും കൂടി കണ്ടു കളയാം. ഇതൊക്കെയാണ് നമ്മൾ പദ്ധതിയിൽ നമ്മളുടെ ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ ഇസ്ലാമിനെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നു നിയാസെ, നിങ്ങൾ കാണിച്ചിരിക്കുന്നത് ഈ ഭൂലോക മണ്ടത്തരം എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. നിങ്ങൾ ഈ വിഷയങ്ങൾ കോടതിയിൽ എത്തിച്ചതോടുകൂടി കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്താനും കൂടുതൽ ആളുകൾ ഇത് ചർച്ച ചെയ്യാനും തന്നെയാണ് ഇത് വഴിവെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഏത് വിഷയം നിങ്ങൾ എടുത്തോ, നമ്മൾ പറയുന്ന ഒരു കാര്യം പോലും നമുക്ക് തെളിവില്ലാത്ത കാര്യമല്ല. അത് ഏത് കോടതിയിൽ നമുക്ക് ബോധിപ്പിക്കാൻ കഴിയുന്ന കാര്യമാണ് എന്നതിവിടെ പച്ച പരമാർത്ഥമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കതിനകത്ത് പൂർണ്ണ ബോധ്യമുള്ള കാര്യമാണ്. നിങ്ങൾ സംസാരിക്കുന്നത് എക്സ് മുസ്ലിങ്ങളോടാണ് എന്നത് നിങ്ങൾ മറന്നുപോയി എന്നതാണ് നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധം. നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് കോടതി പോയാൽ ചിലപ്പോൾ കോടതി എന്തെങ്കിലുമൊക്കെ വന്നേക്കാം അവിടെ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളത്. പക്ഷേ ഇതല്ല. ഇത് നിങ്ങൾ കളി വേറെയാണ് ആളുകളെ നേരിടുന്നത് എന്നത് നിങ്ങളൊന്ന് ഓർക്കണമായിരുന്നു. അത് നിങ്ങൾക്ക് പറ്റിയില്ല. പോട്ടെ. അപ്പോൾ എന്തായാലും മൂന്നാമത്തെ നമ്മളെ മഹാൻ എം എം അക്ബറിനെ കുറിച്ച് പറയണ്ടല്ലോ, ഈ സ്കൂളിൽ എന്താ പഠിപ്പിച്ചുകൊണ്ടിരുന്നതെന്നുള്ളത്. അതുകൂടാതെ മൂപ്പരുടെ ആ സ്കൂളിൽ നിന്ന് ഈ മത പരിവർത്തനം നടത്തി അതിൽ ഫാമിലി പാക്ക് ജിഹാദ് നടത്തിയിരുന്ന ആളുകളാണ്. അതിനു വേണ്ടിയിട്ടുള്ള ആ ഒരു വിളനിലമാക്കിയിട്ട് മാറ്റിയ ഒരു സ്ഥലമായിരുന്നു ഈ പി സ്കൂൾ. അതിനെ പൂട്ടിക്കെട്ടിയതും അതിൻ്റെ ഭാഗമായിട്ട് അവിടെ നിന്ന് നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. മതം മാറിയ കുട്ടിയോട് എന്ത് പറയണം, നിങ്ങളെ ക്ലാസ്സിലുള്ള അമുസ്ലിമായ കുട്ടിയോട് നിങ്ങൾ എന്ത് പറയണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാഠഭാഗം പോലും നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ പഠിപ്പിച്ചിട്ട് നമ്മുടെ നാട്ടിൽ ആരാണ് യഥാർത്ഥത്തിൽ മതവിദ്വേഷത്തിന് വഴിവെച്ചത് എന്നതിവിടെ വളരെ ക്ലിയറാണ്. മൂപ്പരും അധികം വൈകാതെ ഉണ്ട തിന്നാൻ പോകാൻ നിൽക്കുന്ന ആളാണ്. ഇപ്പോൾ തൽക്കാലം പുറത്തുണ്ടെന്നേ ഉള്ളൂ. അതുകൊണ്ടൊക്കെ തന്നെയാണ് പുള്ളി ഇപ്പോൾ വേറെ വലിയ കൂടുതലൊന്നും പറയാതെ ഇങ്ങനെ ഒതുങ്ങിയും പാത്തുമൊക്കെ ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഗതിയൊന്നും ഏതായാലും എനിക്ക് വരാൻ പോകുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ പേരൊക്കെ ഇവിടെ പറഞ്ഞത്. നമ്മളിപ്പോൾ കൂടിപ്പോയാൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഒരാഴ്ചത്തേക്ക് നമ്മളെ ഒന്ന് മുടക്കാൻ പറ്റുമായിരിക്കും, അതിനപ്പുറത്തേക്ക് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇനി ഇത് കേൾക്കുന്ന ജഡ്ജിയോ അതല്ലെങ്കിൽ വക്കീലന്മാരോ ഒക്കെ അറിയാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ കാര്യം പറയുന്നത്. എന്തുകൊണ്ട് നമ്മൾ ഇസ്ലാമിനെ വിമർശിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഗോളതലത്തിൽ തന്നെ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ഒരു ദുരന്തമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാം എന്ന് പറയുന്നത് ഒരു മതമായിട്ടായിരിക്കും നിങ്ങൾ കണക്കാക്കുന്നത്. പക്ഷേ ഒരു എക്സ് മുസ്ലിമായി എന്നെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതമല്ല, അതൊരു പൊളിറ്റിക്സാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എന്ന് മാത്രമല്ല, ലോകത്തെ ഏത് രാജ്യമായാലും അത് ഇസ്ലാമികവൽക്കരിക്കാൻ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു ജിഹാദി ആശയമാണ് ഈ ഇസ്ലാം എന്ന് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനം ഒരു രാഷ്ട്രീയം തന്നെയാണ്. ആ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മറ്റു മതങ്ങൾക്ക് സ്ഥാനമില്ല, ജനാധിപത്യത്തിന് സ്ഥാനമില്ല, അവിടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് പോലും സ്ഥാനമില്ല. ഉത്തമ ഉദാഹരണങ്ങളാണ് നമ്മളുടെ വിസ്മയം പോലെ താലിബാനിലെ ആ താലിബാൻ, അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഗാസയിൽ അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സാധനം, അതുമല്ല എന്നുണ്ടെങ്കിൽ സിറിയയിലും ഇറാഖിലും യമനിലും ലിബിയയിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഗതി. ഇതൊക്കെ തന്നെയാണ് അവിടെ വരാൻ പോകുന്നത്. അപ്പോൾ ഇസ്ലാമിക ഒരു ഭരണകൂടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ജീവിച്ച ആളുകൾ ഒരിക്കൽ പോലും വേണമെന്ന് ആഗ്രഹിക്കാത്തൊരു സാധനം, അല്ലെങ്കിൽ എയറോപ്ലെയിൻ്റെ ചിറക് പിടിച്ചിട്ടാണെങ്കിൽ ഓടി പറന്ന് രക്ഷപ്പെടാൻ നോക്കുന്ന ഒരു സാധനം, ഇതാണ് ഇസ്ലാമിക രാജ്യം. അല്ലെങ്കിൽ അതിനകത്ത് ജീവിക്കാത്ത ആളുകൾ എന്നും ഒരു സ്വപ്നമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു സാധനം, ഇതാണ് ഇസ്ലാമിക ഭരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ളൊരു സാധനം ഇന്ത്യയിൽ വരാൻ പാടില്ല. അതിൻ്റെ ഓരോ ചെറിയ നാമ്പുകൾ നമ്മളിവിടെ കാണുന്നു. അത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ മിഷൻ ഡോക്യുമെൻറ്റിലൂടെയും അതുപോലെ മറ്റു പല വിഷയങ്ങളും കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടു. ഇ ഡി പിടിച്ചെടുത്തതും മറ്റവർ പിടിക്കുന്നു, അവർ പിടിക്കുന്നു, ഇവർ പിടിക്കുന്നു, പലതും നിങ്ങൾ കണ്ടു. എന്ന് പറഞ്ഞ പോലെ നിരന്തരം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അരങ്ങേറുമ്പോൾ ഒരു എക്സ് മുസ്ലിം എന്നുള്ള രീതിയിൽ നമുക്കിത് കണ്ടിട്ട് മിണ്ടാതിരിക്കാൻ പറ്റില്ല. ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുസ്ലിങ്ങളെ ഇത്തരം തീവ്ര ആശയങ്ങളിലേക്ക് എത്തിപ്പെടുന്നത് അത് തടയുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ചില മുക്കാൽ മീഡിയകൾ അതിലേക്ക് ആളുകളെ കൊണ്ട് എത്തിക്കുന്ന രീതിയിൽ, പ്രത്യേകിച്ച് മീഡിയ വണ്ണും ഇപ്പോൾ റിപ്പോർട്ടർ ചാനലൊക്കെ ഇതിൻ്റെ കൂടെ നടക്കുന്നതൊക്കെയാണ് ഇപ്പോൾ കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തിൻ്റെ കേടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പോട്ടെ, ഏതായാലും അങ്ങനെ കൊണ്ട് ഇത് ചെയ്തു വെച്ചിട്ട് ഒരു യഹിയ സിൻവറിനെ പോലെ ഒരു തീവ്രവാദിയല്ല എന്ന് പറയിപ്പിക്കാൻ അവർക്ക് വഴിവെച്ച് കൊടുക്കുന്നു. ഒരു അജ്മൽ കസബിനെ ഒരു തീവ്രവാദി അല്ല എന്ന് പറയാൻ അവർക്ക് വഴിവെച്ച് കൊടുക്കുന്നു. അതല്ലെങ്കിൽ യാക്കൂബ് മേമനെ നെഞ്ചോട് ചേർക്കുന്ന നിലയിലേക്ക് ഇവിടുത്തെ സാധാരണ മുസ്ലിമിനെ കൊണ്ടെത്തിക്കുകയാണ്.
എന്തിനാണ് അതിന് നിൽക്കുന്നത്? അവരെ കൊണ്ട് ജനാധിപത്യ മൂല്യങ്ങൾക്കും അതല്ലെങ്കിൽ ഈ കോ എക്സിസ്റ്റൻസിൻ്റെ ആ പ്രിൻസിപ്പിൾസ് മാറ്റി വെച്ചിട്ട് ഇസ്ലാമികമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രേരണ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുക. സമൂഹത്തെ മൊത്തത്തിൽ തന്നെ മതപരമായിട്ട് ചാർജ് ചെയ്തുകൊണ്ട് എല്ലാവരെയും കൊണ്ടും മതം എടുപ്പിക്കുന്ന നിലയിലേക്കും അവസാനം ഇവിടെ വലതുപക്ഷ ധ്രുവീകരണം വരെ ഉണ്ടാകുന്ന രീതിയിലേക്ക്, ഭൂരിപക്ഷ വർഗീയത പോലും ഉണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നതിൽ മുഖ്യ പങ്ക് അല്ലെങ്കിൽ ഒന്നാമത്തെ പങ്ക് അല്ലെങ്കിൽ ഒരേ ഒരു പങ്ക് അത് ഇവിടുത്തെ ഇസ്ലാമിക തീവ്രവാദത്തിന് തന്നെയാണ്. ആ ന്യൂനപക്ഷ തീവ്രവാദത്തിൻ്റെ പിൻബലം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇവിടെ ബാക്കിയുള്ള സാധനം ഉണ്ടാവുന്നുള്ളൂ എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റാത്ത ആളുകൾ യൂറോപ്പിലേക്ക് നോക്കുക, അല്ലെങ്കിൽ മറ്റ് പല സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ നോക്കുക, എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത്. അവിടെയൊന്നും ഹിന്ദുക്കൾ ഉണ്ടായതുകൊണ്ടല്ല അവിടെ ഭൂരിപക്ഷം ഉണ്ടായത്, ഭൂരിപക്ഷ തീവ്രത അല്ലെങ്കിൽ ഈ പറയുന്ന റൈറ്റ് വിങ് എക്സ്ട്രീമിസം ഉണ്ടായത്. അതല്ലെങ്കിൽ അവിടുത്തെ എല്ലാ കാരണം നിങ്ങൾ പരിശോധിച്ച് നോക്കിയാലും അതിൻ്റെ ഒന്നാമത്തെ കാരണമായിട്ട് അവിടെ വരുന്നത് ഈ ഇസ്ലാമിക തീവ്രവാദവും. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ ജർമ്മനിയിലടക്കം അവിടെ നടക്കുന്ന ചില ആഹ്വാനങ്ങൾ ശരിയാ വേണം ജർമ്മനിയിൽ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന കാഴ്ച. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രശ്നം. ഇനി കണക്കുകൾ നമ്മളെപ്പോഴും പറയാറുണ്ട്. ഈ കണക്ക് ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് 2024 പബ്ലിഷ് ചെയ്തതാണ്. അതിലെ കണക്ക് നിങ്ങൾ എടുത്തു നോക്കുക. ഗ്ലോബൽ ടെററിസം ഡെത്ത്സ് ബൈ കൺട്രി എടുത്തു നോക്കുമ്പോൾ 2022 മുതൽ 2023 വരെയുള്ള ആ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള മൊത്തം മരണങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ കാണിക്കുന്ന ഓരോ രാജ്യങ്ങളും അതിൽ മരണത്തിൻ്റെ പിന്നിലുള്ള കാരണമെന്ന് പറയുന്നത് ഇസ്ലാമിക് ടെററാണ്. ഒന്ന് ബുർക്കിനോ ഫാസോ, 2 ഇസ്രായേൽ ഹമാസിൻ്റെ വക. ബുർക്കിനോ ഫാസോയിൽ JNIM എന്ന് പറയുന്ന ഒരു ജമാഅത്തുൻ നുസ്രത്ത് എന്ന് പറയുന്ന ഒരു സംഘടന, മാലിയിൽ ഈ പറയുന്ന ബുർക്കിനോ ഫാസോ, പാകിസ്ഥാനിൽ നമുക്കറിയാലോ, സിറിയയിൽ, പിന്നെ ബാക്കിയുള്ള എല്ലാം കൂടി കൂട്ടിയിട്ട് ഇത്രയും. ഇങ്ങനെയാണ് ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ അഫക്റ്റഡ് ആയിട്ടുള്ളതിൻ്റെ കണക്ക് വരുന്നത്. ഇത് എപ്പോഴും പറയുന്നതുകൊണ്ട് ഞാൻ അത് മുഴുവൻ എടുക്കാത്തത്. ഇനി അടുത്തത്, the 4 terrorist groups responsible for the most deaths in 2023 were Islamic State, Hamas, Jamaat Nusrat al-Islam wal-Muslimin, okay, and Al-Shabaab. ഇത് 4 ഇസ്ലാമിക് ടെറർ ഓർഗനൈസേഷനാണ്. നിങ്ങൾ ഈ ടെറർ ഓർഗനൈസേഷൻസിൻ്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് ഹിന്ദു ടെറർ ഓർഗനൈസേഷൻ കാണാൻ കഴിയില്ല. അതിനകത്ത് നിങ്ങൾക്ക് ക്രിസ്ത്യൻ ടെറർ ഓർഗനൈസേഷൻസ് ഏതെങ്കിലും മൂലയിലുണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ എണ്ണിയെടുക്കാൻ പറ്റുന്ന സാധനത്തിൽ 99% ഇസ്ലാമിക് ടെറർ ഓർഗനൈസേഷൻ ആവുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ ഭീകരത എടുത്തെടുത്ത് പറയേണ്ടതായിട്ട് വരുന്നത്. അവിടെ അത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതിനെക്കുറിച്ച് പറയാൻ എക്സ് മുസ്ലിം എന്നുള്ള രീതിയിൽ എനിക്ക് കിട്ടില്ല. കാരണം നമ്മളിത് നമ്മുടെ സ്വന്തം ജീവിതത്തിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ കൂടിയാണ് എന്നത് തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. കാരണം നമ്മുടെ വീടുകളിലടക്കം ഇത് ഫേസ് ചെയ്യുന്നു. ഓരോ മുസ്ലിം വീടും ഒരു ടെറർ ഓർഗനൈസേഷൻ പോലെയാണ് ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ടെറർ ഓർഗനൈസേഷൻ്റെ ആദ്യത്തെ ഇര എന്ന് പറയുന്നത് അവിടെയുള്ള സ്ത്രീകൾ, അവിടെയുള്ള കുട്ടികൾ, അവിടെയുള്ള മതം ഉപേക്ഷിച്ചവർ, അവിടെയുള്ള ബോധമുള്ള ആളുകൾ, അവരെയാണ് ഈ പറയുന്ന ടെറർ അവിടെ അഫക്റ്റ് ചെയ്യുന്നത്. നമ്മളതിനെക്കുറിച്ചൊരു വീഡിയോ ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനൊരു കോയ കോളിങ്ങിൽ ഒരു വിശ്വാസിയോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ വീട്ടിൽ 5 കുട്ടികളുണ്ടെന്ന് പറയുന്നു, അതിൽ ഒരാൾ എക്സ് മുസ്ലിം ആണ് എന്നറിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഉത്തരം എന്താണെന്ന് നിങ്ങൾ കേട്ടു, തല ഞാൻ വെട്ടും എന്നാണ് അയാൾ പറഞ്ഞത്. ഇത് തന്നെയാണ് എല്ലാ വീട്ടിലും നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ ഇപ്പോൾ വീട്ടിൽ നിന്ന് മാറി നിന്ന് ജീവിക്കേണ്ട ഒരു അവസ്ഥ പോലും വരുന്നത് ഇത്തരത്തിലുള്ള സാഹചര്യം ഉള്ളതുകൊണ്ടാണ്. ഇതുപോലുള്ള ഒരു സാഹചര്യം ഒരു ഹിന്ദുവിൻ്റെ വീട്ടിലില്ല, ഇതുപോലെയുള്ള ഒരു സാഹചര്യം ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിലില്ല എന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് എക്സ് ഹിന്ദു കാണാത്തത്, എക്സ് ക്രിസ്ത്യാനി കാണാത്തത്. ഇത് കാണുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള തലവെട്ട് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്ന ബഹിഷ്കരണവും ഒറ്റപ്പെടുത്തലുകളും മറ്റ് പല വിഷയങ്ങളും ഓരോ മുസ്ലിം വീടുകളിലും നടക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇന്ന് എക്സ് മുസ്ലിം എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഇവിടെ ഉണ്ടാകുന്നത്. ഇതിനെ നോർമലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ സാധനം പിരിച്ചുവിടും. അതുവരേക്ക് ഈ സാധനം ഇവിടെ ഉണ്ടാവും. ഇത് തിരിച്ചറിയാൻ കഴിയാത്ത കുറേ കോപ്പന്മാരുണ്ട് ഇവിടെ ചില ഇടതുപക്ഷത്തിൻ്റെ കുറേ ബുദ്ധിജീവികൾ ഇന്നും നമ്മളുടെ സൂസുവിൻ്റെ ചാനലിൽ വന്നിരുന്നിട്ട് പ്രസംഗിക്കുന്നത് കണ്ടു. അവരോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ എക്സ് മുസ്ലിമിനോട് ചോദിക്കുക, വാട്ട് ഈസ് എക്സ് മുസ്ലിം എന്ന് നിങ്ങൾ നമ്മളോടല്ലേ ചോദിക്കേണ്ടത്. അതറിയാത്ത ഏതോ വലിയ ബുദ്ധിജീവി നടക്കുന്ന ആളുകളുടെ അടുത്ത് പോയിട്ടല്ല നിങ്ങൾ ചോദിക്കേണ്ടത്, എക്സ് മുസ്ലിമിൻ്റെ അടുത്ത് ചോദിക്കുക. നിങ്ങൾ എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ആണെന്ന് നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനോട് ചോദിക്കുമെങ്കിൽ, നിങ്ങൾ എന്തുകൊണ്ട് കോൺഗ്രസ് ആണെന്ന് കോൺഗ്രസ്സുകാരനോട് ചോദിക്കുമെങ്കിൽ, നിങ്ങൾ എന്തുകൊണ്ട് സംഘിയാണെന്ന് സംഘിയോട് ചോദിക്കുമെങ്കിൽ, നിങ്ങൾ എന്തുകൊണ്ട് എക്സ് മുസ്ലിം ആണെന്ന് ചോദിക്കേണ്ടത് എക്സ് മുസ്ലിമിനോടല്ലേ. നിങ്ങൾ എന്തുകൊണ്ട് സ്വതന്ത്ര ചിന്തകനാണെന്ന് ചോദിക്കേണ്ടത് സ്വതന്ത്ര ചിന്തകനോടല്ലേ. അതിന് പകരം ഇതൊന്നും അറിയാത്ത ഏതോ ഒരു കിണാപ്പനെ പിടിച്ചിരുത്തിയിട്ട് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാവൻ്റെ പൊന്നു സൂസു. നിങ്ങൾ ഏതായാലും നമ്മൾ വിളിക്കുന്ന ചർച്ചയ്ക്ക് നിങ്ങൾ വരുന്നില്ല, നിങ്ങളുടെ വേദിയിലേക്ക് നമ്മളെയും ചർച്ചയ്ക്ക് വിളിക്കുന്നില്ല. എന്നാലും ഇതുപോലെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന പണി നിങ്ങൾ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ നിങ്ങൾക്കുള്ള അടുത്ത പരിപ്പ് വടയും ചായയായിട്ട് ഞാൻ വീണ്ടും വരും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്തുകൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകം തന്നെ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഇസ്ലാം എന്ന് പറയുന്ന മാരണം. അതൊരു പേപ്പട്ടി കണക്കെ ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പട്ടിയാണ്. അതിനെ നമ്മൾ തല്ലിക്കൊന്നേ പറ്റുള്ളൂ. കാരണം മറ്റു മതങ്ങൾ അവർക്ക് പേ പിടിക്കാത്ത പട്ടികളാണ്. അവർ സമാധാനമായിട്ട് അവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ ആ പട്ടികൾക്കും കൂടി ഇന്നിപ്പോൾ പേ പിടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഈ പേ പിടിച്ച ഇസ്ലാം എന്ന പട്ടിയാണ്. അത് നമ്മളിവിടെ അഡ്രസ്സ് ചെയ്തേ പറ്റുള്ളൂ എന്നത് തന്നെയാണ് നമ്മളുടെ ആ വിഷയത്തിലുള്ള
ഒരു ഉത്തമ ബോധ്യം, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ നിലനിൽക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അത് ഇനിയും തുടരും നമ്മളെ ജീവൻ കൊക്കിൽ ഉള്ളിടത്തോളം കാലം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വിഷയം ഞാനിവിടെ തൽക്കാലം ഒന്ന് മാറ്റിവെക്കുകയാണ്. ഇനി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഈ ബാക്കപ്പ് ചാനലൊക്കെ ഉണ്ട്, അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഇരിക്കുക. എന്താ സംഭവിക്കുകയെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ കേസിൽ ഗൂഗിളിനെയൊക്കെ കക്ഷി ചേർത്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്ന് വെച്ചാൽ അവരോട് ചിലപ്പോൾ വീഡിയോ റിമൂവ് ചെയ്യാനായിരിക്കാം, അതല്ലെങ്കിൽ നമ്മളുടെ ഈ പരിപാടി തന്നെ പൂട്ടാനൊക്കെ ആയിരിക്കാം പറയുന്നത്. പക്ഷേ നമ്മൾ കാര്യമാക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. വേറെ ചാനലുകളോ എന്ത് തന്നെ തുടങ്ങിയിട്ടാണെങ്കിലും നമ്മളിത് തുടരും, അത് വേറെ വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ആ ഒരു പിന്തുണ നിങ്ങളുടേത് ഇതുവരെ ലഭിച്ചിട്ടുള്ളത് തുടർന്നും ഉണ്ടാകണമെന്ന് ഞാനിവിടെ അഭ്യർത്ഥിക്കുകയാണ്. ഇതാണ് അതിൽ പറയാനുള്ളത്. ഇനി നമ്മൾ ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇതാണ്, യൂണിഫോം സിവിൽ കോഡിലേക്ക് എത്തിക്കുന്ന ആ ചിന്തകൾ. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ യൂണിഫോം സിവിൽ കോഡ് സംബന്ധിച്ചിട്ടൊരു ചർച്ച അത് ഈ അടുത്താണ് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടു തുടങ്ങിയത്. അതിൽ പല ആർഗ്യുമെൻറ്റ്സ് നമ്മൾ വെക്കാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആർഗ്യുമെൻ്റാണ്, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ ക്രിമിനൽ ലോ അത് ഏകീകരിച്ചപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ല, അതിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇസ്ലാമിക ശരിയ നിയമം ക്രിമിനൽ നിയമങ്ങളിൽ വേണം, കട്ടവൻ്റെ കൈ വെട്ടണം, അല്ലെങ്കിൽ മറ്റേ വ്യഭിചാരി എറിഞ്ഞു കൊല്ലണം എന്നൊക്കെ പറയുന്ന സാധനം വേണമെന്ന് നിങ്ങളാരും പറഞ്ഞില്ല എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങൾ കേട്ട് കാണും. എന്തുകൊണ്ട് നിങ്ങൾക്കത് ഈ സിവിൽ നിയമത്തിൻ്റെ കാര്യത്തിൽ വിവാഹമോചനം, അതല്ലെങ്കിൽ സ്വത്തവകാശം, ഇതൊക്കെ വരുമ്പോൾ മാത്രം നിങ്ങൾക്ക് ഈ സിവിൽ നിയമത്തിൽ മാത്രമാണ് നിങ്ങൾക്ക് ശരിയ വേണമെന്ന് പറയുന്നത്, അതെങ്ങനെ ശരിയാവുക? ഇതൊക്കെ നമ്മൾ ചോദിക്കാറുണ്ടായിരുന്നു. ഇതിനുള്ള സിമ്പിളായിട്ടുള്ള ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പോൾ ക്രിമിനൽ നിയമത്തിൽ ഇവിടെ ശരിയ നിയമം നടപ്പിലാക്കിയെന്ന് വിചാരിക്കാം, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഇവിടെ ഉണ്ടാവില്ല. കാരണം കുഞ്ഞാലിക്കുട്ടീനെ പണ്ടേ തന്നെ ഇവിടെ എറിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ റെജീന കേസ് നിങ്ങൾക്കറിയാം. അതേപോലെ ഇപ്പോൾ ഇനി സമദാനീനെ ഇപ്പോൾ നമ്മളുടെ മാധവിക്കുട്ടിയായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നു. അതിലൊക്കെ ഒരു ഇസ്ലാമിക ശരിയ നിയമം നടപ്പിലാക്കിയാൽ മാധവിക്കുട്ടി അവിടെ പല സാക്ഷിയൊക്കെ പറഞ്ഞിട്ടല്ലേ പോയിരിക്കുന്നത്. എന്തായാലും സമദാനീനെ കല്ലെറിഞ്ഞു കൊല്ലേണ്ടി വരും. പിന്നെ ഇനി അങ്ങനെ ഏത് വ്യക്തി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കള്ള് കച്ചവടം നടത്തുന്ന മുസ്ലിം ലീഗുകാരൻ, അതുപോലെ പലിശയ്ക്ക് പൈസ കൊടുക്കുന്ന മുസ്ലിം ലീഗുകാരൻ, ഇതേപോലെ മറ്റേ കളവ് നടത്തുന്ന മുസ്ലിം ലീഗുകാരൻ, അഴിമതി നടത്തുന്ന മുസ്ലിം ലീഗുകാരൻ, ഇവരൊക്കെ പിടിച്ചു നിർത്തിയിട്ട് നിങ്ങളൊന്നിങ്ങനെ നോക്കിയാൽ കുറേ കൈയില്ലാത്ത മുസ്ലിം ലീഗുകാരൻ, കാലില്ലാത്ത മുസ്ലിം ലീഗുകാരൻ, തലയില്ലാത്ത മുസ്ലിം ലീഗുകാരൻ, ഇങ്ങനെ പോകുന്നതല്ലേ നമുക്ക് കാണാൻ കഴിയുക. ഇതല്ലേ അവിടെ ഉണ്ടാവുക. പിന്നെ എങ്ങനെയാണ് അവർ ക്രിമിനൽ നിയമം ഏകീകരിക്കുന്നതിന് എതിര് നിൽക്കുക? അത് ഏകീകരിച്ചുകൊണ്ടാണ് ഇന്ന് മുസ്ലിം ലീഗുകാർ ജീവനോടെങ്കിലും ഇരിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ വികലാംഗ പെൻഷൻ പ്രത്യേകം അവർക്ക് വേണ്ടി നമ്മൾ ഏർപ്പെടുത്തേണ്ടി വന്നേനെ. ഇതാണ് നമ്മളുടെ ഒരു പ്രശ്നം. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് അവിടെ ഒരു അവസരം വരികയാണ്. എന്തുകൊണ്ട് ഈ ഇങ്ങനെ ഒരു പാർഷ്യാലിറ്റി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇരട്ടത്താപ്പ് ഇതിനകത്ത് നമുക്ക് കാണുന്നത്, ഒരു ഡുവൽ സ്റ്റാൻഡ്, അത് ഇവിടെ നമ്മൾ കാണുകയാണ്. അപ്പോൾ ഒരു കാര്യം കൂടിയുണ്ട്, ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് പൊതുവെ വിശ്വാസികൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ കെട്ടിച്ചമച്ച് സംഖ്യകൾക്ക് വേണ്ടി പറയുന്നു എന്നൊക്കെയുള്ളതാണ് പറയുക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ട് ബേസ്ഡ് ആയിട്ട് കാര്യങ്ങൾ പറയും. പൊളിറ്റിക്സിൽ ഫാക്റ്റാണ് പറയേണ്ടത്, എല്ലാത്തിലും അത് തന്നെയാണ് പറയേണ്ടത്, പൊളിറ്റിക്സിലും അത് തന്നെയാണ് പറയേണ്ടത്. അവിടെ ആർക്കെങ്കിലും വിഷമമാകുമോ, അവിടെ പറഞ്ഞ് ഇവിടെ ഇത് വളരുമോ, ഇവിടെ ഇത് പറഞ്ഞ് അവിടെ അത് വളരുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾ ചില കാര്യങ്ങൾ വിഴുങ്ങാൻ തുടങ്ങുന്നതുകൊണ്ടാണ് പലതും ഇന്ന് നടക്കാത്തത്. വഖഫിൻ്റെ നിയമം അതിലൊരു മികച്ച ഉദാഹരണമാണെന്ന് നമ്മൾ പറഞ്ഞു. അത് നമ്മൾ പറയുമ്പോൾ ഈ തരത്തിലുള്ള സാധനങ്ങളെല്ലാം പുറത്തേക്ക് ഓരോന്നോരോന്നായിട്ട് വരും എന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഏതായാലും ഇങ്ങനെ കെട്ടാൻ വേണം എന്ന് പറയുന്ന സാധനം, അതായത് യൂണിഫോം സിവിൽ കോഡ് നിങ്ങൾക്ക് കെട്ടാൻ നേരത്ത് വേണം, അല്ലാത്ത നേരത്ത് വേണ്ട എന്ന് പറഞ്ഞു. ഇപ്പോൾ വഖഫിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചത് അതാണ്. വഖഫ് എന്ന് പറയുന്ന സംഗതി ഇസ്ലാമികമായിട്ടുള്ളൊരു സാധനം, അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കുറേ നിയമങ്ങളൊക്കെ വെച്ച് മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇന്ത്യയിൽ നിലവിലുള്ള വഖഫിൻ്റെ ഒരു നിയമം നിൽക്കുന്നത് പോലെ ലോകത്തൊരു സ്ഥലത്തുമില്ല. ഇതാണ് നമ്മൾ പണ്ടും പറയാറുള്ളത്. പക്ഷേ അവിടെ ഉണ്ട്, സ്ഥാപനങ്ങളുണ്ട്, അതിൻ്റെ പേരിൽ പല കാര്യങ്ങൾ ചെയ്തു വെക്കുന്നു. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലൊക്കെ പോയാൽ നിങ്ങൾക്ക് കാണാം. അങ്ങനെയായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിലും ഇതുണ്ടായിരുന്നത്. പക്ഷേ ഇതിനെ കൂടുതൽ പല്ലും നഖമൊക്കെ കൊടുത്തുകൊണ്ട് ഇതിനെ ഒരു വലിയ ഒരു സ്വത്വമാക്കി മാറ്റിയിരിക്കുകയാണ്, ഒരു സത്വം ആക്കി മാറ്റിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഇത് കടിച്ചാൽ ചോര വീഴും. പ്രത്യേകിച്ച് ഇതിനൊരു താടിയുണ്ട്. ഈ താടി വെച്ചിട്ട് അതൊന്ന് ഏതെങ്കിലും സ്ഥലം നോക്കി ഒന്ന് പിരിച്ചാൽ മതി, പിന്നെ ആ സ്ഥലം ഈ വഖഫിൻ്റെ കീഴിലേക്ക് വരുന്ന ഒരു വലിയൊരു അവസ്ഥയും കൂടി ഇവിടെ ഉണ്ട്. അംബാനി പോലും ഇപ്പോൾ വഖഫിൻ്റെ ട്രൈബ്യൂണലിൽ കയറി നടക്കേണ്ട ഗതികേടിലാണ് എന്ന് പറയുന്നിടത്താണ് കാര്യങ്ങൾ നിലനിൽക്കുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത് ആ ഒരു വിഷയത്തിൽ അവിടെ ഒരു ഏകീകൃതമായ ഒരു സിവിൽ ലാൻഡ് ഡിസ്പ്യൂട്ടോ അതുപോലുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് നമുക്കിവിടെ ഒരു ഏകീകൃത നിയമമുണ്ട്. അത് ഇവിടെ പാലിക്കുന്നതിൻ്റെ ഇടയിലാണ് അതിനൊരു വൈറസ് എന്നുള്ള രീതിയിൽ വഖഫ് ഇവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ എന്താണ് പ്രശ്നം? അങ്ങനെ ഒരു ഡിസ്പ്യൂട്ട് വന്നു കഴിഞ്ഞാൽ
നിലവിലെ ഇന്ത്യയിലെ ആ മതേതര നിയമത്തിൻ്റെ കീഴിൽ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയുന്നില്ല. ഇതാണ് നമ്മുടെ പ്രശ്നം. അതുകൊണ്ടാണല്ലോ ഇതിനകത്ത് അമെൻമെൻറ്റ് വേണമെന്ന് നമ്മൾ പറയുന്നത്. ഇതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് പറ്റില്ല ഇത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇന്നിപ്പോൾ നമുക്ക് എടുത്തു പറയാവുന്ന മറ്റൊരു വിഷയമാണ് ഈ പറയുന്ന കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടൊരു വാർത്ത. ഇതിൽ കോടതികളുടെ ഒരു നിസ്സഹായാവസ്ഥയും കൂടി നമ്മൾ ഇവിടെ കാണുകയാണ്. അതായത് ഒരാൾ മൂന്നാമത്തെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു അൾജീരിയക്കാരിയാണ് പോയി കല്യാണം കഴിക്കുന്നത്. കോർട്ട് വാസ് ഹിയറിംഗ് ആൻ ആപ്ലിക്കേഷൻ ഫൈൽ ബൈ മുസ്ലിം മാൻ ഹു സോട്ട് ടു രജിസ്റ്റർ ഹിസ് തേർഡ് മാരേജ്, മൂന്നാമത്തെ മാരേജ് വിത്ത് എ വുമൻ ഫ്രം അൾജീരിയ ഇൻ ഫെബ്രുവരി 2023, 2023 നടന്നതാണ്. അപ്പോൾ അവിടെ മഹാരാഷ്ട്രയിലുള്ള ഒരു മാരേജ് ആക്ട് പ്രകാരം ഇത് അനുവദിക്കാൻ കഴിയില്ല. കാരണം അവരുടെ നിയമപ്രകാരം, ആ നാട്ടിലെ ഒരു റൂൾ ഓഫ് ലോ പ്രകാരം, സെക്യുലർ നിയമപ്രകാരം എല്ലാവർക്കും ബാധകം എന്ന രീതിയിൽ അവർ വെച്ചിരുന്നത്, അതിൻ്റെ കീഴിലാണ് ഇവർ എന്ന് ധരിച്ചിരുന്നത് സത്യത്തിൽ ഒരാൾക്കൊരു ഭാര്യ അല്ലെങ്കിൽ ഒരു ഭർത്താവ് എന്ന രീതിയിലാണ്. അപ്പോൾ ഇയാൾ വന്നിട്ട് ഇത് ആവശ്യപ്പെട്ടപ്പോൾ കൊടുക്കാൻ കഴിയില്ല എന്ന് പറയുകയും അത് കോടതിയിലേക്ക് എത്തുകയും അങ്ങനെ കോടതിയിൽ സുപ്രീം കോർട്ടിൽ ചെല്ലുന്ന ബോംബെ ഹൈക്കോടതിയിൽ ചെല്ലുന്ന സമയത്ത് അവിടെ അവർ പറയാണ് ഇല്ല, ഇത് സംഗതി വേറെയാണ്, ഇത് വ്യക്തി നിയമമാണ്, മുസ്ലിങ്ങൾക്ക് ബാധകം, അത് പ്രകാരം അയാൾക്ക് 3 കല്യാണം കഴിക്കാം എന്നതാണ് അവിടുത്തെ നിയമം എന്ന് പറയുകയും ഹേയ് നമ്മൾ ജയിച്ചേ എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ മീഡിയ വൺ നമുക്കെതിരെ പോസ്റ്റൊക്കെ ഇട്ട് നടക്കണ മാതിരി കണ്ടില്ലേ ഇസ്ലാമിൻ്റെ പവറാടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ അവർ നടക്കുകയാണ്. ആഘോഷം തുടങ്ങിയെന്നാണ് അറിയുന്നത്. അപ്പോൾ അകത്ത് വേറെ ആഘോഷം, പുറത്ത് വേറെ ആഘോഷം, എന്തായാലും ആഘോഷം പൊടി പിടിക്കുകയാണ്. അപ്പോൾ ഇതാണ് സംഗതി. അപ്പോൾ ഇങ്ങനെ നമ്മൾ കാണുമ്പോൾ ഒന്ന് ആലോചിക്കാം. ഞാൻ ഇതിനെ കാണുന്നത് 2 വിഷയങ്ങൾ കൂടിയുണ്ട് ഇതിനകത്ത് നമ്മൾ അറിയേണ്ടത്. ഒന്ന്, ഇസ്ലാമിനകത്തുള്ള ഈ നിയമങ്ങളുടെ ഒരു പാർഷ്യാലിറ്റി, ഇത് എങ്ങനെയാണ് ഒരു അനീതിയായിട്ട് നിലനിൽക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ മുസ്ലിങ്ങളായിട്ടുള്ള സ്ത്രീകൾക്ക് ഇത് തിരിച്ചറിയാൻ കൂടിയിട്ടുള്ളൊരു വഴിയാണ് ഇത്തരം വിധികളും ഇത്തരം വിക്രയങ്ങളെല്ലാം. അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു റെലവൻസ് ഉണ്ട്. സംഗതി ഇത് ആളുകൾക്ക് പ്രശ്നമുണ്ടാക്കുന്നതാണ്, അത് വലിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്ന ആളുകളൊക്കെ കാണുമായിരിക്കും. പക്ഷേ ഇത്തരത്തിലുള്ള നിയമങ്ങളും ഇത്തരത്തിലുള്ള സംഗതികളും പുറത്തു വരുമ്പോൾ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് തിരിച്ചറിവിൻ്റെ ഒരു കാലഘട്ടമായിട്ടാണ് ഇതിനെ ഞാൻ എപ്പോഴും കാണുന്നത്. ഇത് സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലത്ത് പ്രത്യേകിച്ചും ഇതൊന്നും അവരിലേക്ക് എത്താനും പോലും ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്നെല്ലാം കറങ്ങി തിരിഞ്ഞ് എല്ലാവരുടെയും വാട്സപ്പ് ഗ്രൂപ്പിലേക്കോ അതല്ലെങ്കിൽ അവരുടെ ഫേസ്ബുക്ക് പേജിലേക്കോ അതല്ലെങ്കിൽ വെറുതെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടിരിക്കുന്ന നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോ എവിടെയാണെങ്കിലും കണ്ണ് തുറന്ന് നോക്കുന്നിടത്തൊക്കെ ഈ സാധനം വന്ന് നിൽക്കുന്ന അവസ്ഥയാണ്. കണ്ടോളൂ, വാർത്ത വായിക്കൂ മഹാനെ എന്ന് പറയുകയാണ്. അസ്സലായി അലക്കെന്ന് പറഞ്ഞിട്ട് രാവിലെ തന്നെ പത്രം തുറക്കുമ്പോൾ ഇതൊക്കെ തന്നെയാണ് കാണുന്നത്. അപ്പോൾ എന്ന് പറയുമ്പോൾ ഇത് മുസ്ലിങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് മാറുകയാണ്, ഇതൊക്കെ കാണാനും ഒക്കെ ഉള്ളൊരു സാധ്യത. അപ്പോൾ അതൊരു വശത്തുണ്ട്. രണ്ടാമത്തെ ഒരു വശം എന്ന് പറയുന്നത് കോടതികളുടെ നിസ്സഹായാവസ്ഥയാണ് തുടക്കത്തിൽ സൂചിപ്പിച്ചത്. അതായത് കോടതികൾക്ക് അറിയാത്ത കാര്യമൊന്നുമല്ലല്ലോ ഇങ്ങനെ ഒരു സംഗതി തെറ്റാണ് എന്നുള്ളത്. പക്ഷേ അത് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള ഒരു വഴിയും കൂടിയാണത്. അതായത് അനുകൂലമായിട്ട് വിധിക്കാവുന്ന സംഗതികൾ തെളിവുകളുള്ളിടത്ത് അനുകൂലമായിട്ട് വിധിക്കും. പ്രതികൂലമായ വിധികൾ വരേണ്ടടുത്ത് അതിന് തെളിവുകളില്ലെങ്കിൽ, അതിനുള്ള സാഹചര്യങ്ങളില്ലെങ്കിൽ, അതിനുള്ള വഴിയില്ല എന്നുണ്ടെങ്കിൽ പ്രതികൂലമായ വിധി വരും. ഇത് നമ്മൾ അംഗീകരിക്കണം. അത് അംഗീകരിക്കാതെ ഇപ്പോൾ ബാബറി മസ്ജിദിലൊരു വിധി വരുന്ന സമയത്ത് അത് അംഗീകരിക്കില്ല, കോടതി വിധി ഞങ്ങൾ മാനിക്കില്ല, പിന്നെ ഹാദിയ കേസിൽ നിങ്ങൾ മാനിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പ്രക്ഷോഭം നടത്തുന്നത് അത് തെറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സാധനം നിങ്ങൾക്ക് ആഘോഷിക്കാൻ കഴിയുന്നു. ഇപ്പോൾ എനിക്കെതിരെ ഒരു വിധി വരുമ്പോൾ നിങ്ങൾക്ക് ആഘോഷിക്കാൻ കഴിയുന്നു. നിങ്ങൾക്ക് മറ്റേ ചുണ്ണാമണി മുറിക്കുന്നതിൻ്റെ വിഷയം അത് ബന്ധപ്പെട്ട് കേസ് വന്നപ്പോൾ നിങ്ങൾക്ക് ആഘോഷിക്കാൻ കഴിയുന്നു. പക്ഷേ പ്രതികൂലമായ ഏതെങ്കിലും ഒരു വിധി വന്ന ഉടനെ കോടതി പ്രശ്നമാണ്. ഇത് നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്. മുസ്ലിങ്ങളായിട്ടുള്ള വ്യക്തികൾ പ്രത്യേകിച്ചും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. കോടതി വിധികൾ അതിന് കൃത്യമായ രീതികളുണ്ട്, അതിന് കൃത്യമായ കാരണങ്ങളുണ്ട്, മാനദണ്ഡങ്ങളുണ്ട്. അവരെ ആ വഴിക്ക് വിടണം. അതല്ലാതെ നിങ്ങളിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഒരു മതനിന്ദാ കേസിൽ ഒരുത്തനെ അവിടെ ഒരു കേസിൽ അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ആളെ എനിക്ക് തോന്നുന്നു നമ്മളുടെ മതപരിവർത്തനം നടത്തുന്നതിന് വേണ്ടിയിട്ട്, മതപ്രചാരണം നടത്തുന്നതിന് വേണ്ടിയിട്ട് അഹമ്മദിയാക്കൾക്കെതിരെ നിലനിന്നിരുന്നൊരു കേസ്, ഖാദിയാനികൾ. ആ കേസിൽ അവർക്ക് അനുകൂലമായിട്ടൊരു വിധി സുപ്രീം കോടതി അവിടുത്തെ പാകിസ്ഥാനിലെ വിധിക്കുന്നു. നമ്മൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിങ്ങളെന്താ കണ്ടത്? ആ വിധി കേസ് കൊടുത്ത സുന്നി ഷിയ വിഭാഗങ്ങൾക്കെതിരെ ആകുന്നു, അനുകൂലമായത് അവിടുത്തെ ഖാദിയാനികൾക്ക് അനുകൂലമാകുന്നു. ഇത് കണ്ടതോടുകൂടി എന്താ പിന്നെ സംഭവിച്ചത്? ഈ വിശ്വാസികളായിട്ടുള്ള ആളുകൾ സുപ്രീം കോടതിയുടെ വളപ്പിലേക്ക് ഇരച്ച് കയറി വരുന്നു, അവിടെ കയ്യേറുന്നു, അവിടെ കണ്ണി കണ്ടതെല്ലാം എടുത്ത് പൊട്ടിക്കുന്നു. ഇതെല്ലാം നമ്മൾ കണ്ടത്. കോടതി കയ്യേറുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ ലോകത്ത് എവിടെയൊക്കെയാണ് നടക്കുന്നത്?
ഇത് കാക്കാമാരുടെ സ്ഥിരം പരിപാടിയാണെന്ന് നമ്മൾ പറയേണ്ടതായിട്ട് വരും. ഈ കാക്കാമാരെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമമുള്ളവർ ക്ഷമിക്കുക. കാരണം അവിടെ അത് ആര് ബാനർ എഴുതി വെച്ചിട്ടൊന്നുമല്ല ഞാൻ കാക്കാനല്ല എന്നോ അതല്ലെങ്കിൽ ഞാൻ മോഡറേറ്റ് മുസ്ലിമാണെന്ന് പറഞ്ഞ് നടന്നിരുന്ന ആളും കൂടിയാണ് ഈ കോടതി കയറാൻ വേണ്ടിയിട്ട് നിന്നത്. അതുമാത്രമല്ല ആ ചീഫ് ജസ്റ്റിസിനെ വരെ വധഭീഷണി മുഴക്കി അയാൾ അവസാനം ഒളിച്ചും പാത്തും നടക്കേണ്ട അവസ്ഥയിലേക്കാണ് കൊണ്ടെത്തിച്ചത്. അപ്പം ഞാൻ പറയുന്നത് ഇതല്ല അതിൻ്റെ രീതി. കോടതിയിൽ മതനിന്ദ നടത്തി എന്ന് പറഞ്ഞ ആൾ വെറുതെ വിടുന്ന സമയത്ത് കോടതി വെറുതെ വിട്ടാൽ ശരിയാവില്ല, ഞങ്ങൾ ശിക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ആളെ പോലീസ് സ്റ്റേഷനൊക്കെ കയ്യേറി കോടതി കയ്യേറി അതിനകത്തേക്ക് ഇടിച്ച് കയറിയിട്ട് അവിടെ വെച്ച് വെടിവെച്ച് കൊല്ലുന്ന കാഴ്ച നമ്മൾ പാകിസ്ഥാനിൽ കാണുന്നതാണ്. നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. ഈ കഴിഞ്ഞ വർഷം തന്നെ 3-4 കേസുകൾ അത്തരത്തിലുള്ളതുണ്ടായി. അപ്പോൾ പ്രതികൂലമായ വിധികൾ വരുമ്പോൾ അതിനെയും മാനിക്കാൻ നിങ്ങൾ പഠിക്കണം. അപ്പോൾ ഇത് നിങ്ങളൊരു എക്സസൈസ് ആയിട്ട് എടുക്കുക. ഇതുപോലെയുള്ള വിധികളൊക്കെ വരുമ്പോൾ കണ്ടില്ല ഇസ്ലാമിൻ്റെ പവർ എന്ന് പറയുന്നത് പോലെ തന്നെ ഇസ്ലാമിന് എതിരായിട്ടുള്ളൊരു വിധി വരുമ്പോൾ അന്നേരവും ആ സ്പിരിറ്റിലെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അതിനുള്ളൊരു ട്രെയിനിങ് ആയിട്ട് ഇതിനെ കാണുന്നുള്ളൂ ഞാൻ ഏതായാലും. അപ്പോൾ അതുകൊണ്ട് ഇത് കുറച്ചൊക്കെ നല്ലതാണ് എന്നൊക്കെ സർഫ് എക്സലിൻ്റെ പരസ്യത്തിലുള്ള പറഞ്ഞ മാതിരി ഇത്തരത്തിലുള്ള വിധികൾ കുറച്ചൊക്കെ നിങ്ങൾക്ക് നല്ലതാണ്. നിങ്ങൾ തൽക്കാലം ഒന്ന് സന്തോഷിച്ചോളൂ എന്ന് തന്നെയാണ് ഞാൻ പറയാം. ഇനി ജസ്റ്റ് ഒന്ന് ഈ യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ചിട്ട് ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു 2 സെൻറ്റൻസ് പറയാമെന്ന് വിചാരിക്കുകയാണ്. യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ചിട്ടുള്ള ഒരു കാര്യം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സംഗതിയാണ്. അതായത് ഭരണഘടനാപരം തന്നെയാണ് ഈ പറയുന്ന യൂണിഫോം സിവിൽ കോഡ്. കാരണം ഇതിനെക്കുറിച്ച് ഇവിടെ ചർച്ച വരുമ്പോൾ ആദ്യം നിങ്ങൾ കേൾക്കുന്ന ഒരു വാക്കായിരിക്കും അത് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് ഇവിടെ തന്നെ കാക്കാമാർ പറഞ്ഞു വെക്കുക. അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ഇടതുപക്ഷം അതല്ലെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസ്സുകാരൊക്കെ ആദ്യം എഴുന്നള്ളിക്കുന്ന ഒരു സാധനമാണ് യൂണിഫോം സിവിൽ കോഡ് ഭരണഘടനാ വിരുദ്ധമാണ്. അല്ല, യൂണിഫോം സിവിൽ കോഡ് ഭരണഘടനാപരമാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ എഴുതി വെച്ചിട്ടുള്ള സംഗതിയാണ്. ദ സ്റ്റേറ്റ് ഷാൽ എൻഡെവർ ടു ബ്രിങ് അല്ലെങ്കിൽ ഇതുപോലെ ഒരു യൂണിഫോം സിവിൽ കോഡ് ഉണ്ടാക്കാൻ ശ്രമിക്കണം, എൻഡെവർ എടുക്കണം എന്ന് പറയുന്നൊരു കാഴ്ച. അപ്പോൾ ഏതൊക്കെ വിഷയങ്ങളിലാണ്? മാരേജ്, ഡിവോഴ്സ്, മെയിൻ്റനൻസ്, ഇൻഹെറിറ്റൻസ്, അഡോപ്ഷൻ, സസെക്ഷൻ ഓഫ് പ്രോപ്പർട്ടി, ഇത്രയും സംഗതികൾ അതിനകത്തേക്ക് വരുന്നു. Article 44 of Directive Principle sets duty of state for implementing UCC. അപ്പോൾ എന്താണ്? അതായത് ഇതിൽ എഴുതിയിരിക്കുന്ന സെൻറ്റൻസ് ഇതാണ്: UCC refers to a common set of laws governing civil rights of every citizen. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഈ വിഷയങ്ങൾ, അതായത് ഇപ്പോൾ ഈ പറയുന്ന വിവാഹമോചനം അതുപോലെയുള്ള ഈ 4-5 വിഷയങ്ങളിന് അപ്പുറമുള്ള 95% അല്ലെങ്കിൽ 99% കാര്യങ്ങളും നിലവിൽ ഇതിനോടൊപ്പം തന്നെ ഇവിടെ യൂണിഫോമാണ്. ഇനി ഇത് പറയുമ്പോൾ വിശ്വാസികൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്ന് പറഞ്ഞിട്ടൊരു ആക്ട് ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നിയമം കൂടിയുണ്ട്. അതായത് ഇപ്പോൾ സാക്ഷ്യം പറയുക അതല്ലെങ്കിൽ തെളിവുകൾ ഹാജരാക്കാൻ വേണ്ടിയിട്ടൊക്കെ നോക്കുക എന്നൊക്കെ പറയുന്നൊരു സമയം. ഇസ്ലാമിലെ നിയമപ്രകാരം ഒരു കുറ്റകൃത്യം നടക്കുന്നു, അതിന് സാക്ഷി 2 ആൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 2 ആൾ തന്നെ ആയിരിക്കണം. അവിടെ നമുക്ക് CCTVയുടെ എവിഡൻസ് എടുക്കാൻ കഴിയില്ല എന്നാണ് കഴിഞ്ഞ ദിവസം കൂടി ജാക്കിർ നായിക്ക് ഇരുന്നിട്ടൊരു പ്രസംഗത്തിൽ പറയുന്നത് കേട്ടത്. ഇസ്ലാമിലെ നിയമം അങ്ങനെയാണ്. അപ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് പറയാണ് എന്നെ 4 പേര് അല്ലെങ്കിൽ എന്നെ ഒരാൾ റേപ്പ് ചെയ്തു എന്ന് പറയുമ്പോൾ ഇസ്ലാമിലെ നിയമപ്രകാരം അതിന് 4 സാക്ഷികൾ വേണം എന്നാണ് പറയുന്നത്. 4 സ്ത്രീകൾ അല്ലെങ്കിൽ കുറേ എണ്ണമൊക്കെ പറയുന്നുണ്ടല്ലോ. ഇത് ഇല്ല എങ്കിൽ എങ്ങനെയാണ് സ്ത്രീയെ ആ റേപ്പ് അവിടെ ഒരു ക്രൈമായിട്ട് രജിസ്റ്റർ ചെയ്ത് അതിന് നീതി കണ്ടെത്തുക? ഇസ്ലാമിൽ അത് സാധിക്കില്ല. ഇസ്ലാമിൽ അപ്പോൾ എന്താ ഉണ്ടാവുക? ഈ റേപ്പ് അവിടെ റിപ്പോർട്ട് ചെയ്യില്ല. കാരണം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, സാക്ഷിയില്ലാതെ റിപ്പോർട്ട് ചെയ്താൽ ഇന്ന ആൾക്കെതിരെ ആരോപണം ഉന്നയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ ആളെ അടിക്കും. ഈ സ്ത്രീക്കാണ് ശിക്ഷ കിട്ടുക. ഇനി സ്ത്രീ ഗർഭിണിയാണെന്ന് വിചാരിക്കുക, പുരുഷന് തല്ല് കിട്ടുന്നതോടൊപ്പം സ്ത്രീക്കും തല്ല് കിട്ടും. ഇതാണ് ഉണ്ടാവാൻ പോണത്. ഇതാണ് ഇസ്ലാമിലെ മഹത്തായ നിയമ സംവിധാനം എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെയുള്ള സ്ഥിതിക്കാണ് ഈ റേപ്പ് പോലും റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നത്. ഇനി ഇതിൽ ഈ എവിഡൻസ് ആക്ട് പ്രകാരം നമ്മൾ പറയുന്നത് എന്താണ്? അങ്ങനെ ഒരു കാര്യം നടന്നു. ഇപ്പോൾ ഇന്ത്യൻ എവിഡൻസിലൊക്കെ നമ്മൾ പറയുമ്പോൾ അവിടെ CCTV എവിഡൻസ് എടുക്കുന്നു, ക്യാമറ. പക്ഷേ ഇസ്ലാമിലേക്ക് വരുമ്പോൾ ക്യാമറ എവിഡൻസ് എടുക്കില്ല എന്നതാണ് പുതിയ ഫത്വയൊക്കെ ആയിട്ട് അവിടെ വന്ന് കിടക്കുന്നത്. ഇനി അത് മാറ്റിയോ എന്നറിയില്ല. ഇതുവരെ അങ്ങനെയൊക്കെയായിരുന്നു. ജാക്കിർ നായിക്ക് കഴിഞ്ഞ ദിവസമാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് എന്താണ്? ഇന്ത്യൻ നിയമപ്രകാരം നമുക്ക് കാണുന്ന ഒരു ഇക്വാലിറ്റി പോലും ഉണ്ട്. സ്ത്രീയും പുരുഷനും തുല്യമാണ് അവിടെ എവിഡൻസ് പറയുന്നിടത്ത് പോലും. പക്ഷേ ഇസ്ലാമിലേക്ക് വരുമ്പോഴോ ഒരു പുരുഷൻ തെളിവ് ഒരു വിറ്റ്നസ് പറയുന്നിടത്ത് സ്ത്രീയാണെങ്കിൽ 2 സ്ത്രീ വേണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ന് എവിടെയെങ്കിലും നിങ്ങൾ ഇസ്ലാമിലെ ഏതെങ്കിലും ഒരു ലോകത്ത് ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടെ ഈ തെളിവ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സാക്ഷി പറയാൻ പോകുന്നതുമായി സമയത്ത് അവിടെ 2 സ്ത്രീ വേണം എന്ന് പറയുന്ന ഒരു വാദം നിങ്ങൾ എവിടെ കേട്ടിട്ടുണ്ടോ? അത് ശരീഅത്തിന് വിരുദ്ധമാണെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കാണില്ല. കാരണം എന്താണ്? കാരണം അതൊക്കെ ഓൾറെഡി നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് മുന്നോട്ട് പോയിരിക്കുന്ന കാര്യമാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇത് ഒരു കുത്തിത്തിരിപ്പിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇത് ഇപ്പോഴും ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് മുസ്ലിങ്ങൾക്ക് എതിരെയുള്ളൊരു സാധനമാണ് വരുത്തി തീർത്തിട്ട് കൊണ്ട് നടക്കുന്നതിൽ വലിയ പങ്ക് ഇവിടുത്തെ രാഷ്ട്രീയത്തിനാണ്. അതിലേറ്റവും വലിയ പങ്ക് ഇവിടുത്തെ ഇടതുപക്ഷത്തിനാണ്.
ഇതാണ് നമ്മളിവിടെ കാണേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മളിവിടെ പറയണം എന്നുള്ളതാണ് ഇതിൽ ചെറുതായിട്ടൊന്ന് ഓർമ്മിപ്പിക്കാനുള്ളത്. അതിൻ്റെ ടൈം ലൈനൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. 54 മുതൽ അവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ്. 2015 ഇതിന് വീണ്ടും ഒരു നമ്മളുടെ യൂണിഫോം സിവിൽ കോഡിൻ്റെ ആ ഒരു ഡ്രാഫ്റ്റിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതുവരെ ഡ്രാഫ്റ്റ് ചെയ്തതിൻ്റെ ഒരു പബ്ലിക് ഡോക്യുമെൻ്റ് വന്നിട്ടില്ല, അതിൻ്റെ ഇൻവിറ്റേഷൻ ഒന്നും വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അതൊക്കെ വന്നിട്ട് അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചർച്ച ചെയ്യേണ്ട ബാധ്യത പോലും ഇവിടുത്തെ പ്രതിപക്ഷത്തിനുണ്ട്. അത് ചെയ്യാതെ അവരെ ഇറങ്ങിപ്പോയിട്ട് അത് കീറിക്കളയുക, കത്തിക്കുക, ബഹിഷ്കരിക്കുക, എന്നിട്ട് പിന്നെ അവർ കൊണ്ടുവരുമ്പോൾ ഇത് ഭയങ്കര പ്രശ്നമാണെന്ന് പറയുക, അതിലൊന്നും കഥയില്ല. അപ്പോൾ പ്രതിപക്ഷം ചെയ്യേണ്ട ഡ്യൂട്ടി എന്താണ്? അവർ കൊണ്ടുവരട്ടെ, നിങ്ങൾ ഡ്രാഫ്റ്റ് വെക്ക്, എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാം, എന്നിട്ട് തീരുമാനിക്കാം എന്ന് പറയാൻ ഉള്ള ഒരു ആർജവം കാണിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ ഈ മുസ്ലിം പ്രീണനം നിർത്തണം. ഇത് അവർക്ക് ഗുണമാണ്, ഉള്ളതാണ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. ഞങ്ങളുണ്ട്, നിങ്ങൾ ധൈര്യമായിട്ട് ഇരിക്കുക, ഈ യൂണിഫോം സിവിൽ കോഡ് നിങ്ങൾക്ക് വിരുദ്ധമായൊരു സാധനം ഇതിലുണ്ടാകാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയല്ലേ വേണ്ടത് ഇവിടുത്തെ പ്രതിപക്ഷം. അതിന് പകരം അവർ ചെയ്യണം എന്താണ്? ഇങ്ങനൊരു സാധനമേ പാടില്ല എന്ന് പറഞ്ഞ് നടക്കുന്നു. അപ്പോൾ ഇതൊക്കെ ശരിയായ നടപടിയല്ല. നിങ്ങൾ ആലോചിക്കേണ്ടത് ഇതേപോലെ തന്നെയായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഹിന്ദു കോഡ് കൊണ്ടുവന്ന സമയത്തുണ്ടായിരുന്ന വിഷയങ്ങൾ. 1950-കളിൽ അന്ന് അത് കൊണ്ടുവന്നപ്പോഴും അന്നത്തെ ബ്രാഹ്മണ സമൂഹം, അന്നത്തെ കർപ്പാത്രിജി, ഇവരൊക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കിയതാണ്. പക്ഷേ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് കഷ്ണമായിട്ടാണെങ്കിലും ആ കോഡ് അവിടെ കൊണ്ടുവന്നു. അപ്പോൾ അതിൻ്റെ ഗുണം ഇന്ന് ഇവിടുത്തെ ഹിന്ദു ജനത അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അന്ന് പറഞ്ഞ മാതിരി അന്ന് വലിയ തോതിലുള്ള തെറ്റിദ്ധരിപ്പിക്കൽ, അത് അവർക്ക് പ്രശ്നമാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞു. അംബേദ്കറിനെയൊക്കെ വലിയ തോതിൽ കരിവാരി തേച്ച ഒരു കാലഘട്ടമായിരുന്നു. പക്ഷേ എന്താ ഉണ്ടായത്? ഇന്നിപ്പോൾ അവരതിൻ്റെ ഗുണം അനുഭവിക്കുന്നു. ഇന്ന് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സാധനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെ നേരിടാനും അതിനെ കറക്റ്റ് ചെയ്തെടുക്കാനുള്ള സംവിധാനത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതൊരു താലിബാനല്ല, ഇതൊരു ഹിന്ദു താലിബാനല്ല നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ജനാധിപത്യ സംവിധാനം ഇവിടെ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ഇവിടുത്തെ പ്രതിപക്ഷം നിലകൊണ്ടാൽ ഈ നിയമങ്ങളൊന്നും ആർക്കും മുതലെടുക്കാൻ പാകത്തിന് അല്ലാതെ തന്നെ ഇവിടെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയും. ഇത് വളരെ എളുപ്പത്തിൽ വിജയിപ്പിച്ചെടുത്താൽ ഇതിൻ്റെ ഏറ്റവും വലിയ ദോഷം ആർക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BJPക്കാണ്. കാരണം എന്താണ്? അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഡ്രാഗ് ചെയ്ത് ഇതൊരു വലിയ ചർച്ചാ വിഷയമാക്കി ഇതിങ്ങനെ കൊണ്ടുപോകുന്നതാണ് അവരുടെ രാഷ്ട്രീയ ലാഭത്തിന് നല്ലതെന്നെങ്കിലും മനസ്സിലാക്കിയിട്ട് ഇത് ശരി, ഇത് കൊണ്ടുപോകുക എന്ന് പറയല്ലേ വേണ്ടത്. ഇതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ അവർക്ക് കൊണ്ടുപോകുന്നതിന് പകരം ഇതിൽ കൃത്യമായ ഇടപെടൽ നടത്തിയാൽ അതിൻ്റെ ഗുണം കൂടി ഉണ്ടാവില്ലേ എന്നെന്താ ചിന്തിക്കാൻ പറ്റാതെ നമ്മൾ മനസ്സിലാവുന്നത്. ഏതായാലും നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രതിപക്ഷമാകുമ്പോൾ നമുക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് നമുക്ക് ആ കൂടി ഗ്യാരണ്ടി ഉള്ള ഒരു കാര്യം, ബാക്കിയുള്ളത് നമ്മുടെ കയ്യിലുള്ളതല്ല. ഏതായാലും ഇതിനോട് ചേർത്തൊരു കാര്യം കൂടി പറയുകയാണ്. ഇപ്പോൾ 3ാമത്തെ കല്യാണമാണല്ലോ നമ്മൾ ആൾ കഴിച്ചത്. അപ്പോൾ സാധാരണ നമ്മൾ മുസ്ലിം സ്ത്രീകൾ വിചാരിക്കുന്നൊരു കാര്യമുണ്ട്, 2ാമത്തെ കല്യാണം കഴിക്കുന്ന സമയം അല്ലെങ്കിൽ അവിടുന്ന് പിന്നെ അങ്ങോട്ട് എത്ര കല്യാണം കഴിക്കുമ്പോഴും ഒന്ന് കഴിഞ്ഞിട്ട് ബാക്കി 2, 3 കഴിക്കാൻ പോകുമ്പോൾ ഈ ആദ്യ ഭാര്യയുടെ ഒരു അനുവാദം വാങ്ങണം എന്ന് പറയുന്നൊരു സാധനം, അത് കുറേ സ്ത്രീകൾ ഒരു തെറ്റിദ്ധാരണയായിട്ട് കൊണ്ടു നടക്കുന്ന കാര്യം. അതും കൂടി സാന്ദർഭികമായിട്ടൊന്ന് പരിഹരിച്ച് പോകാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മളെപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷേ ഇവിടെ വന്നുകൊണ്ട് അതും കൂടി ചേർക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ദ ഫസ്റ്റ് വൈഫ്സ് അപ്രൂവൽ ഈസ് നോട്ട് എ കണ്ടീഷൻ ഫോർ മാരിങ് എ സെക്കൻഡ് വൈഫ്. നിങ്ങൾക്ക് രണ്ടാമതൊരു കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യ ഭാര്യയുടെ അനുവാദമോ സമ്മതമോ വേണ്ട. നിങ്ങൾക്ക് പോയി കഴിക്കാം, വീട്ടിലേക്ക് കൊണ്ടുവരാം. ഭാര്യ സമ്മതിച്ചില്ലെങ്കിൽ കടക്ക് പുറത്തെന്ന് പറയാം. ഇത്രയേ ഉള്ളൂ. ഭാര്യ അനുസരിച്ചിരിക്കണം. അനുസരണക്കേട് ഭാര്യ കാണിക്കുമെന്ന് നിങ്ങൾ ഭയന്നാൽ അവൾ എന്ത് ചെയ്യണം? അവളെ ആദ്യം കിടപ്പറയിൽ നിന്ന് വിട്ടു നിൽക്കണം, അവരെ പിന്നെ ഉപദേശിക്കണം, പിന്നെ വിട്ടു നിൽക്കണം, എന്നിട്ട് നടന്നില്ലെങ്കിൽ അടിക്കാം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഖുർആനിലെ ആയത്തുകളാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടും പിന്നെ നടക്കില്ലെങ്കിൽ അവളെ കടക്ക് പുറത്ത് വീട്ടിൽ നിന്ന് പോകും, ചിലവിന് പോലും കൊടുക്കണ്ട. ഇതാണ് അതിൻ്റെ കഥ. അപ്പോൾ അങ്ങനെ ഒരു അനുവാദമില്ല. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ട് ഫത്വ. മൈ ക്വസ്റ്റ്യൻ ഈസ്, if you would help me to know the hadith or the point of view from the Islamic law on the following situation. If a woman is married to a man and that this man is also married to another woman without her, the last knows about the marriage. No need to say that this is a difficult and very exceptional situation, but seems the best concerning the circumstances. അപ്പോൾ ഉത്തരവ് ഇതാണ്, the wife's approval is not a condition for plural marriage. അതായത് എന്താണ്, ബഹുഭാര്യത്വത്തിന് ആദ്യത്തെ അല്ലെങ്കിൽ ഒരു ഭാര്യ മറ്റൊരു ഭാര്യയുടെ അപ്രൂവൽ അങ്ങനെ ഒരു കണ്ടീഷനേ ഇല്ല. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഒബ്ലിഗറ്ററി ഫോർ ദ ഹസ്ബൻഡ് ടു ഹാവ് ദ അപ്രൂവൽ ഓഫ് ഹിസ് ഫസ്റ്റ് വൈഫ്. അതായത് മുന്നേ ഉള്ള ഭാര്യയുടെ ആ അപ്രൂവൽ പോലും വേണ്ട എന്ന് ഇവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ഈ ആൻസർ, ഈ 12544 ഇസ്ലാം ക്യൂ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോവുക. അവിടെ നിങ്ങൾ ഈ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ ഈ സാധനം വരും. നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ ആയത്തും അതിൻ്റെ മറ്റ് സാധനങ്ങളും എല്ലാം നിങ്ങൾക്ക് അവിടെ വായിച്ചെടുക്കാം. ഇതാണ് അവിടെ കാണുന്നത്. ബട്ട് ഇറ്റ് ഈസ് ഗുഡ് മാനേഴ്സ് ആൻഡ് കൈൻഡ് ട്രീറ്റ്മെൻറ്റ് ടു അപ്രോച്ച് ദ ഇഷ്യൂ ഇൻ സച്ച് എ വേ ആസ് ടു റെഡ്യൂസ് ദ പെയിൻ വിച്ച് വിമൻ നാച്ചുറലി ഫീൽ ഇൻ സച്ച് കേസസ്. പക്ഷേ ഇത് മൂപ്പരുടെ വകയാണ്, ഇസ്ലാമിൽ അങ്ങനെയില്ല. ബൈ സ്മൈലിംഗ് അറ്റ് ഹെർ, ഗ്രീറ്റിംഗ് ഹെർ വാംലി, സ്പീക്കിംഗ് നൈസ്ലി ടു ഹെർ ആൻഡ് സെൻഡിങ് മണി ഓൺ ഹെർ അക്കോർഡിംഗ് ടു ഹിസ് മീൻസ് ഇൻ ഓർഡർ ടു ഗെയിൻ ഹെർ അപ്രൂവൽ. ഇതാണ് ഫത്വ ഇസ്ലാമിയ 3/204. ഓക്കെ,
ഇനി ബാക്കി സ്ത്രീകൾ പോയി വായിച്ച് പഠിക്കുക. ഇനി സെക്കൻഡ് മാരേജ് ഇൻ ഇസ്ലാം, ഡു യു നീഡ് പെർമിഷൻ ഫ്രം യുവർ ഫസ്റ്റ് വൈഫ്? ഇതേ വെബ്സൈറ്റിൽ തന്നെ വേറൊരു സ്ഥലത്ത് അതിൻ്റെ വേറൊരു ചോദ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഉത്തരമാണ്. Furthermore, no evidence appears either in the Quran or Sunnah requiring the permission of the first wife if her husband wishes to marry another wife, and therefore he is not required to ask her permission. ഇത് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പം മനസ്സിലാക്കുക, അനുവാദം എന്ന് പറയുന്ന ഒരു സാധനം അത് ഇസ്ലാമിൽ ആവശ്യമില്ലാത്ത സാധനം. അപ്പോൾ സ്ത്രീകൾ കരുതിയിരിക്കുക, നിങ്ങളുടെ പുരുഷൻ എപ്പോൾ വേണമെങ്കിലും ഒരു രണ്ടാമതോ മൂന്നാമതോ നാലാമതോ കല്യാണം കഴിച്ച് കൊണ്ടുവരാം. അടിമകളെ നിരോധിച്ചതുകൊണ്ട്, അബ്രഹാം ലിങ്കണൊക്കെ നിരോധിച്ചതുകൊണ്ട് അത് ഇല്ല. അല്ലെങ്കിൽ അതും കൂടി നിങ്ങൾ കാണേണ്ടി വന്നേനെ, കഞ്ഞിയും പയറും ഉണ്ടാക്കി നിങ്ങൾ കൊയങ്ങിയനെ പത്തിരിയും കോഴിക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഇത് ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. എക്സ് മുസ്ലിങ്ങളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഗുണം വേണമല്ലോ. ചില ആളുകളൊക്കെ ഇമെയിലൊക്കെ അയച്ചിട്ടുണ്ട്, നിർത്തിക്കൂടെ, നീ വല്ല റിസർച്ചൊക്കെ നടത്തിയിട്ടാണോ ഇതൊക്കെ പറയുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ചില വിശ്വാസികളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരോടുള്ള ഉത്തരമാണ്, അതെ, നമ്മളിത് വായിച്ചിട്ട് പഠിച്ചിട്ട് തന്നെയാണ് വിമർശിക്കുന്നത് എന്ന് ഒന്ന് ഓർത്തേക്കുക. ഇനി അടുത്തത്, നമ്മളിപ്പോൾ പറഞ്ഞത് മുഴുവൻ കെട്ടാൻ വേണം എന്ന് വരുന്ന തലത്തിലുള്ള സാധനങ്ങൾ. ഇനി വേണ്ട, അതായത് കട്ടാൽ വേണ്ട എന്ന് പറയുന്നതാണ് ഇനി നമ്മളുടെ അടുത്ത ഒരു സാധനം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ സൂചിപ്പിച്ചു, ഇവിടുത്തെ മുസ്ലിം ലീഗ് ഇവിടെ യൂണിഫൈഡ് ഒരു ക്രിമിനൽ ലോ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ വികലാംഗരുടെ ഒരു പാർട്ടി ആയിരിക്കും ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, തലയില്ലാത്തവരും കൈയില്ലാത്തവരും കാലില്ലാത്തവരും ചാട്ടവാറിൻ്റെ അടിയൊക്കെ മേത്ത് കൊണ്ട പാടുള്ള ഒരു പാർട്ടി. ഒന്ന് ആലോചിച്ചു, ഒന്ന് സങ്കല്പിച്ച് നോക്കുക. മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് മറ്റേ ഒരു ഗുണ്ടാ സംഘം പോലെ, നമ്മൾ സാധാരണ ഇപ്പോൾ കൊടി സുനി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് മറ്റേ ഇവിടെ ഒരു വെട്ട് ഇങ്ങനെയൊക്കെ കാണുന്ന പോലെ ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി എന്ന് പറയുമ്പോൾ മറ്റേ കയ്യില്ലാത്ത മന്ത്രി എന്നൊക്കെ പറയുന്ന പോലെ, അതെ, മറ്റേ ചാട്ടവാറിൻ്റെ അടിയിൽ ഇവിടെ ഒരു പാടുള്ള മന്ത്രി എന്നൊക്കെ പറയും. ഇപ്പോൾ സമദാനി എന്നൊക്കെ, സമദാനിയോ അതാരാ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും, ആ പുറത്തിങ്ങനെ ഒരു 2 വര കിട്ടിയിട്ടുള്ളൊരു മന്ത്രി, ഒരു MP ഇല്ലേ, മൂപ്പരാണ് സമദാനി. ഓ അത് ശരി. മറ്റേ കുഞ്ഞാലിക്കുട്ടി ഏതാ? കുഞ്ഞാലിക്കുട്ടീനെ അറിയില്ലേ? നമ്മളെ ഇതേപോലെ തന്നെ ചാട്ടവാറിൻ്റെ അടി കിട്ടിയിട്ട് ഇങ്ങനെ കുനിഞ്ഞിരിക്കുന്ന ഒരാളുണ്ട്, അയാളാണ് കുഞ്ഞാലിക്കുട്ടി. ഓ അത് ശരി. അപ്പോൾ അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പോലും നിങ്ങൾക്കിത് ഉപയോഗിക്കാം. ചാട്ടവാറിൻ്റെ അടിയുടെ പാടിൻ്റെയൊക്കെ എണ്ണം വെച്ചിട്ട് വരെ നിങ്ങൾക്ക് കാര്യങ്ങൾ കാണാൻ പറ്റുന്നൊരവസ്ഥയാണ് നമുക്ക് നഷ്ടമായത് യൂണിഫോം ക്രിമിനൽ കോഡ് വന്നതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കിനി യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് പറയുമ്പോൾ ഇതും കൂടി പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ട വാർത്തയാണ്, ATMിലേക്കുള്ള 25 ലക്ഷം കവർന്ന കേസ്. അതിൽ പ്രധാന ആസൂത്രകൻ പള്ളി ഖത്തീബാണ്. ഓക്കെ, ഇത് സംബന്ധിച്ചിട്ട് ജനൻ TV ഒരു ചർച്ചയ്ക്ക് വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ, ഇതിൽ ചർച്ച ചെയ്യാൻ എന്താ ഉള്ളത് എന്നുള്ളത് ആദ്യം ഞാനിങ്ങനെ ആലോചിച്ചു. കാരണം ഇത് മുസ്ലിങ്ങൾ വ്യാപകമായിട്ട് ഇത് ചെയ്യുന്നു എന്നുള്ളൊരു രീതിയിലേക്ക് പറയാൻ ഈ വിഷയത്തിൽ ഞാനല്ല. ഇപ്പോൾ സ്വർണ്ണക്കടത്തിൻ്റെ കാര്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഞാനത് ഇറങ്ങി ആദ്യം തന്നെ വന്നിരുന്നേനെ. അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മളുടെ നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് അല്ലെങ്കിൽ ലവ് ജിഹാദ് ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഉണ്ടാവും. പക്ഷേ ഈ വിഷയം വന്നപ്പോൾ ഞാൻ ആലോചിച്ചു, ഇതിലിപ്പോൾ അങ്ങനെ മുസ്ലിങ്ങൾ എല്ലാ പള്ളികളിലും ഇത് നടത്തുന്നു എന്നൊക്കെ പറയുന്നത് കുറച്ച് ഒരു ഓവർ റീച്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. അത് നമ്മളുടെ രീതിക്ക് ചേർന്നതല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആളോട് പറഞ്ഞു, ഇതിൽ എനിക്ക് താല്പര്യമില്ല, നിങ്ങൾ വേറെ ആരെങ്കിലും വെച്ചോളൂ എന്ന് പറഞ്ഞ് അവരുടെ വഴിക്ക് പോയി. എന്തായാലും ഈ വാർത്ത വായിച്ചപ്പോഴാണ് ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. സംഗതി ഇതിലെന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെയധികം കാശിന് ആവശ്യമുണ്ട്, എന്നാൽ വലിയ അഭിമാനിയാണ്. അഭിമാനി മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും മൂലക്കുരുവിൻ്റെ അസുഖം വല്ലതും ഉണ്ടാവുമായിരിക്കും, അതുകൊണ്ടായിരിക്കണം. അല്ലെങ്കിൽ മൂപ്പര് മറ്റേ പൊന്മുട്ട ഇടാൻ പോകേണ്ട ആളാണ്. അത്രയും മെനക്കെടാനൊന്നും വയ്യാത്തതുകൊണ്ടാകണം ആൾ ഇങ്ങനെ ഒരു കുറുക്ക് വഴി തിരഞ്ഞെടുത്തു. ബാങ്ക് കൊള്ളയടിക്കാം. അപ്പോൾ പണി എളുപ്പമാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആളൊരു ചട്ടം കെട്ടുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ അയാൾ ഒരു ബാങ്കിൽ ഇതുപോലെ ATMിൽ പൈസ നിറയ്ക്കുന്ന ആളാണെന്ന് മനസ്സിലാക്കിയിട്ട് അയാളെ ഏതോ സിനിമയിൽ കണ്ട മാതിരി അയാൾ ആക്രമിക്കണം. ഖത്തീബുമാർ സിനിമയൊക്കെ കാണാറുണ്ട് എന്നുള്ളതും കൂടി ഇവിടെ നമുക്ക് മനസ്സിലാവുകയാണ്. ഓക്കെ, പോട്ടെ, സാരല്ല, കാലം മാറിയില്ലേ, ഖത്തീബല്ലേ പുള്ളേ. അപ്പോൾ എന്തായാലും മനുഷ്യനാണല്ലോ. ഏതായാലും സിനിമയൊക്കെ കണ്ടതിൻ്റെ പിൻബലത്തിൽ എനിക്ക് തോന്നുന്നു മൂപ്പര് പകുതിയൊക്കെ ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക. ആ ദൃശ്യം മൂവിയൊക്കെ ചിലപ്പോൾ കണ്ടത് പൂർത്തിയായിട്ടുണ്ടാവില്ല. എന്തായാലും അതൊക്കെ കണ്ട് ഉത്തേജനം എടുത്ത് അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ടൊരു ബാങ്ക് റോബറിക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നല്ല ബാങ്ക് റോബറി സിനിമ വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുത്ത ആളുകൾ ഇവിടെ കമൻറ്റ് ഇട്ടാൽ മതി, ഉസ്താദ് ഇരുന്ന് കാണട്ടെ. അപ്പോൾ ഇനി ഏതെങ്കിലും ഉസ്താദ്മാർക്കൊക്കെ ഈ പണി ഒപ്പിക്കണമെങ്കിൽ എളുപ്പമാവുമല്ലോ. ഇതാണ് ദ ഇറ്റാലിയൻ ജോബ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു പണ്ടൊരു സിനിമ കണ്ടതായിട്ടൊക്കെ ഓർക്കുന്നുണ്ട്. നല്ല ഒരു ബാങ്ക് റോബറിയൊക്കെയാണ്. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അങ്ങനെ ഇത് ചെയ്തു. അപ്പോൾ ഇതിൽ വാർത്ത നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടത്, ഇതിനു വേണ്ടിയിട്ട് ഇദ്ദേഹം പള്ളിയെ ഉപയോഗിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ പള്ളിയിൽ തന്നെ ഒരു സഹായിയാണ്. അങ്ങനെ പോകുന്നു. അങ്ങനെയാണ് ഈ പള്ളിയായിട്ടുള്ള കണക്ഷൻ വരുന്നത്. പക്ഷേ ഇതിലെ ഒരു ഫാക്ടർ ശരിയാണ്. അതായത് ഇങ്ങനെ ഒരു വ്യക്തി ഇത്തരം ഒരു കുറ്റകൃത്യത്തിലേക്ക് ഏർപ്പെട്ട് കഴിയുമ്പോൾ
അല്ലെങ്കിൽ നമ്മളുടെ ഇസ്ലാമിക സമൂഹത്തെക്കുറിച്ച് വളരെ മോശം അഭിപ്രായമാണ് ഇവിടെ ഉള്ളത്. ഈ കൊള്ള, കൊലപാതകം, അതുപോലെ ഇപ്പോൾ മയക്കുമരുന്ന്, പിന്നെ കള്ളക്കടത്ത്, ഇങ്ങനെയുള്ള ഏത് സാധനം എടുത്തു കഴിഞ്ഞാലും നിറഞ്ഞു നിൽക്കുകയാണ് ഈ പറയുന്ന ആളുകൾ. അപ്പോൾ ത്വാഹ എന്നൊക്കെ പറയുന്ന പേര് മുഹമ്മദ് മുസ്തഫ ത്വാഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ പോവും. അതിലെ ത്വാഹയാണ് ഈ ത്വാഹ. എന്തായാലും സംഗതി കൊള്ളാം. പുള്ളി ഇതുപോലെ ചെന്നുപെടുന്നു. അങ്ങനെ അത് ഉണ്ടായതിന് ശേഷം മണി ഹൈസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. മണി ഹൈസ്റ്റ് നല്ലൊരു സിനിമയാണ്, അത് ഉസ്താദുമാർക്ക് മാതൃകയാക്കാൻ കഴിയുന്നതാണ്. പറഞ്ഞു കൊടുക്കല്ലേ ഇതൊക്കെ പറഞ്ഞ് മണി ഹൈസ്റ്റാക്കി കളയവരൊക്കെ. ഇത് ഓരോ ഐഡിയ പറഞ്ഞു കൊടുക്കുന്നതാണ്. പോട്ടെ. അപ്പോൾ എന്തായാലും അതിലാ വശം അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. ഇതൊരു അധാർമിക പ്രവൃത്തിയാണ്. പ്രത്യേകിച്ച് ഒരു മുസ്ലിം ഒരു പണ്ഡിതൻ തന്നെ ഇങ്ങനെ ചെയ്യുന്നു, ഖതീബ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയ മോശം തന്നെയാണ്. പണ്ട് ഞാൻ മറ്റേ ജനം ടി വിയിലെ ചർച്ചയിൽ മദ്രസാ പീഡനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആളുകൾ തെറ്റിദ്ധരിച്ചു. അതായത് ഞാൻ മൊബൈലിൽ കാണിക്കുന്നൊരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. നമ്മൾ മൊബൈലിൽ സെർച്ച് ചെയ്തത് മദ്രസ പീഡനം എന്നല്ല, മദ്രസ അധ്യാപകൻ എന്നാണ് നമ്മൾ സെർച്ച് ചെയ്തത്. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, അതിപ്പോൾ നിങ്ങൾ മദ്രസ പീഡനം എന്ന് സെർച്ച് ചെയ്താൽ കിട്ടും എന്ന് പറഞ്ഞു. അതുപോലെ നിങ്ങൾ പൂജാരി പീഡനം എന്ന് സെർച്ച് ചെയ്താൽ കിട്ടൂലേ, അല്ലെങ്കിൽ സ്കൂൾ അധ്യാപകൻ എന്ന് സെർച്ച് ചെയ്താൽ കിട്ടൂലേ, പീഡനം എന്ന് സെർച്ച് ചെയ്താൽ കിട്ടൂലേ എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ അവിടെ പറഞ്ഞതെന്താണ്? നമ്മൾ സെർച്ച് ചെയ്തത് പീഡനം എന്നുള്ള വാക്ക് വെച്ചിട്ടല്ല, നമ്മൾ സെർച്ച് ചെയ്തത് മദ്രസ അധ്യാപകൻ എന്ന് മാത്രമേ നമ്മൾ സെർച്ച് ചെയ്തിട്ടുള്ളൂ. ആ സെർച്ച് നടത്തിയതുപോലെ നിങ്ങൾ പള്ളി പൂജാരി അല്ലെങ്കിൽ കപ്പിയാർ അതല്ലെങ്കിൽ സ്കൂൾ അധ്യാപകൻ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ അത് ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടില്ല. അത് ഞാൻ അടിവരായിട്ട് പറയുകയാണ്, 100% ഉറപ്പുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാനെന്തോ അവിടെ തെറ്റിച്ച് പറഞ്ഞു അല്ലെങ്കിൽ എന്തോ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെയുള്ള ചില ആരോപണങ്ങൾ കേട്ടു. അത് ആരോപണമാക്കല്ല, അത് യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. മദ്രസ അധ്യാപകൻ എന്ന് തന്നെയാണ് നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടത്. പീഡനം എന്ന വാക്ക് നിങ്ങൾ ചേർക്കരുത്. ചേർത്താൽ എന്തായാലും കിട്ടുമെന്ന് ഇപ്പോൾ അറിയാം. നിങ്ങളുടെ അത്രയും വലിയ മദ്രസ IAS ഒന്നും നമുക്ക് വേണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഇത് പറഞ്ഞത് ഇതാണ്. അപ്പോൾ ഏതായാലും അങ്ങനെ ഒരു ഘട്ടത്തിൽ ഉസ്താദുമാർ, പള്ളിയിലെ ഖത്തീബുമാരൊക്കെ ഇത് ചെയ്യുമ്പോൾ അത് വളരെ മോശമാണ്. ഇതുപോലെ വേറൊരു കാര്യം ശ്രദ്ധയപ്പെട്ടത്, നമ്മൾ ഡോക്ടറായിരുന്ന സമയത്ത് പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ഒരാളും കൂടി ആയപ്പോൾ, പണ്ട് ഞാനുണ്ടായിരുന്ന ആ മഹല്ല് പള്ളിയിൽ അവിടുത്തെ ഖത്തീബ് മൂപ്പര് വലിക്കില്ല, പക്ഷേ മറ്റേ തമ്പാക്ക് തിരുകുന്ന പരിപാടിയാണ്, മറ്റേ ചുണ്ടിൻ്റെ ഇടയിൽ തിരികുന്ന ഒരു പരിപാടി. അപ്പോൾ പുള്ളി ഖത്തീബ് മിമ്പറിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുമ്പോൾ ഒക്കെ നല്ല കുട്ടപ്പനാണ്, നല്ല അസൽ കന്തൂരയൊക്കെ ഇട്ട് അറബികളെ പോലെ മറ്റേ മിമിക്രിയാണ് പരിപാടി. അവിടെ ചെന്ന് നിന്നിട്ട് അവരെ പോലെ വേഷം, അവരെ പോലെ നടപ്പ്, അവരെ പോലെ താടി, ഇതൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ അവർ അറബിയാണെന്ന് തോന്നണം, ഇതാണ് അവരുടെ ലക്ഷ്യം. അങ്ങനെയൊക്കെ ചെയ്ത് അവിടെ നിൽക്കുന്നു. അപ്പോൾ ഈ ഉസ്താദുമായിട്ട് പലപ്പോഴും അടുത്ത് നമ്മൾ സംസാരിക്കേണ്ടി വരുമ്പോഴാണ് ഞാനത് തിരിച്ചറിയാൻ തുടങ്ങിയത്. കാരണം പുള്ളിയുടെ പല്ല് ഇവിടെ മുഴുവൻ കറയാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്താണ്, ഇതിൻ്റെ ഈ സൈഡിൽ മുഴുവൻ ഈ സാധനം തിരികിയിട്ട് അവിടെ ദ്രവിച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഒരു വല്ലാത്തൊരു സ്മെല്ലൊക്കെയാണ് ആളുടെ അടുത്ത് വരുമ്പോൾ. ആൾ തന്നെ സംസാരിക്കുമ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ വെച്ചിട്ടാണ് സംസാരിക്കുള്ളൂ. പക്ഷേ മിമ്പറിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ 100 നാവാണ് കേട്ടോ, അത് പിന്നെ വേറെ വിഷയം. അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ അപ്പം ഞാൻ പറയുന്നത്, ഈ ഇതുപോലുള്ള ലഹരി വസ്തുക്കളാണെങ്കിൽ പോലും ഇത് ഉപയോഗിക്കുന്നതിന് ഈ മതം ഒരു തരത്തിലും അവരെ പിന്തിരിപ്പിക്കുന്നില്ല. കള്ളു കുടിക്കില്ല, അതൊക്കെ ശരിയാണ്. പക്ഷേ ഈ പറയുന്ന മയക്കുമരുന്ന്, അങ്ങനെ മയക്കുമരുന്ന് ഹറാമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല എന്നുള്ളതാവണം അതിൻ്റെ കാരണം. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മയക്കുമരുന്നിൻ്റെ വലിയ ഒരു ആരാധകരാണ്. സിഗരറ്റ് വലിക്കുന്ന എത്ര ഉസ്താദുമാരുണ്ട്. സിഗരറ്റ് ഹറാമല്ലേ? ഹറാമാകണമല്ലോ, കാരണം അത് ഈ പറയുന്ന പോലെ ഇൻടോക്സിക്കേഷൻ ഉണ്ടാക്കുന്നുണ്ടല്ലോ ഒരു തരത്തിൽ പറഞ്ഞാൽ. അതല്ലെങ്കിൽ ഇപ്പോൾ ഇതുപോലെയുള്ള സാധനങ്ങൾ പലതും, ഇപ്പോൾ മുറുക്കുന്ന ഉസ്താദുമാർ, ഇതുപോലെ തമ്പാക്ക് തിരുകുന്ന ഉസ്താദുമാർ, ഇതൊക്കെ ഇവിടെ നടക്കുന്നു. അപ്പോൾ ഞാൻ പറയുന്നത്, ഇവർ ഇത് ചെയ്തു വെക്കുന്നത് ശരിയായ രീതിയല്ല. പ്രത്യേകിച്ച് നിങ്ങൾ ഇത് ഇസ്ലാം ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാം വളരെ മോശമാണെന്ന് പറയുന്ന ആളുകൾ കൂടി ആവുമ്പോൾ നിങ്ങൾ പ്രത്യേക ശ്രദ്ധ എടുക്കേണ്ടതാണെന്നാണ് ഇവിടെ എനിക്ക് പറഞ്ഞു വെക്കൽ. ഇതിൽ എൻ്റെ കണ്ണുടക്കിയത് ഇതാണ്, ഇവർ നടത്തിയ രീതി, ഇവരുടെ അറ്റാക്കിങ് എങ്ങനെയായിരുന്നു എന്നുള്ളത്. പർദ്ദ ധരിച്ച 2 പേരിൽ ഒരാൾ വണ്ടിയുടെ മുന്നിലേക്ക് വീണുവെന്നും വാഹനം നിർത്തിയപ്പോൾ മറ്റൊരു പർദ്ദധാരി ആക്രമിക്കുകയായിരുന്നു എന്നുമായിരുന്നു മൊഴി. ഇതാണ് നമ്മൾ വായിച്ചത്. അപ്പോൾ പർദ്ദ അവിടെ ഉടക്കി. ഇതാണ് ഇവരെ. അപ്പോൾ ഇത് നടത്തിയതാരാണ്? കാക്കാമാർ. ഇതിൽ പിടിച്ചതാരാണ്? വെറും കാക്കാമാരല്ല, ഖത്തീബാണ് പിടിച്ചത്. ഇതിനകത്ത് മെയിൻ കുറ്റവാളി. അവർ 3 പേരും കൂടി ഇത് പ്ലാൻ ചെയ്ത് നടത്തുകയാണ്. അപ്പോൾ അതിനകത്ത് ഇവർ ഉപയോഗിച്ച അതിൻ്റെ മറ എന്താണ്? മറ ഈ പർദ്ദയാണ്. പർദ്ദയ്ക്ക് ദോഷം കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് വേറെ ആരെങ്കിലും വേണം? നിങ്ങൾ ഇന്ന് ലോകത്ത് ഈ ഫേസ് വെയിൽ അത് ബാനുള്ള സ്ഥലങ്ങൾ നിങ്ങളെടുത്ത് നോക്കുക. 2 കാരണങ്ങളാണ് അവർ പ്രധാനമായിട്ട് ഇത് ബാൻ ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഒന്ന് സെക്യൂരിറ്റി റിസ്ക്കാണ്, 2 എക്സ്ട്രീമിസം. ആ ഒരു സൈൻ ഓഫ് എക്സ്ട്രീമിസമായിട്ടാണ് അവർ ഇതിനെ അളക്കുന്നത്. മുഖം മറച്ച് നടക്കുന്ന ആളുകളുടെ എണ്ണം ഒരു സമൂഹത്തിൽ വർദ്ധിക്കുന്നുണ്ടോ?
രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നു. രണ്ട്, അവിടെ ഒരു എക്സ്ട്രീമിസം അവിടെ വളരുന്നുണ്ട്. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. എന്തായാലും ഈ രണ്ടുമാണ് ഈ പറയുന്ന സ്ഥലങ്ങൾ. ഫ്രാൻസ് ആയിക്കോട്ടെ, ഈവൻ ഇപ്പോൾ ഈ അടുത്താണ് നമ്മളുടെ ഉസ്ബെക്കിസ്ഥാനോ ഏതാണ് കസാക്കിസ്ഥാൻ ഏതൊരു രാജ്യം, ഈ സ്ഥാൻ വരുന്ന രാജ്യം, അവിടെ ഈ പറയുന്ന സാധനം ബാൻ ചെയ്തു. ഫേസ് വെയിൽ അവിടെ ബാൻ ചെയ്തു. എന്താണ് അവർ പറഞ്ഞ കാരണം? ഗ്രോത്ത് ഓഫ് എക്സ്ട്രീമിസം. അതുപോലെ ഇതൊരു ഫോറിൻ, ഒരു ഏലിയൻ വേഷമാണ്, ഇത് നമ്മുടെ സംസ്കാരത്തിലുള്ളതല്ല എന്ന് പറഞ്ഞിട്ടാണ് അവരതിനെ ബാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കുക. ഇവിടെ നമ്മുടെ നാട്ടിലും നിങ്ങൾ നോക്കിയിരിക്കുക, ഈ ഫേസ് വെയിൽ, അതായത് മുഖ ആവരണം, ഈ നിക്കാബ് എന്ന് പറയുന്ന സാധനം, അത് ബാൻ ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഇവിടെ എത്തും. അന്ന് അത് സംഘിയുടെ തലയിലേക്ക് വരും. അന്ന് അത് ഇവിടെ നിലവിളിയായിട്ട് ഉയരും. ഇതാണ് ഉണ്ടാകാൻ പോകുന്നത്. അന്നും കുറേ എക്സ് മുസ്ലിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ഉണ്ടാകും. സംഘി അത് ചെയ്യത്, വേറെ ആരും വേണമെങ്കിലും ചെയ്തോട്ടെ എന്നാണ് ഇവിടെ പറയുക. ഞാൻ പറയുന്നു, ഇത് ഒപ്പിച്ചത് ആരാണ്? ഇപ്പോൾ ഈ കുറ്റകൃത്യം നിങ്ങൾ എഴുതി വെച്ചോളൂ, എണ്ണി വെച്ചോളൂ. ഇവിടെ ഇത് ചെയ്തത് താഹയും താഹയുടെ കൂട്ടാളിയും ഒക്കെ ഇത് ചെയ്യുമ്പോൾ അവർ ഉപയോഗിച്ചത് പർദ്ദയാണ്. അപ്പം നിങ്ങൾ ആലോചിക്കുക, ഈ പർദ്ദ മുഖമുടിയൊക്കെ ഇട്ടിട്ട് ഇതുപോലെ കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നത് വഴി നമ്മുടെ നാടിനൊരു സെക്യൂരിറ്റി റിസ്ക് ഉണ്ട് എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ, ഇത് ബാൻ ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് ഇത് പോയാൽ അതിന് നിങ്ങൾ അനുകൂലിക്കുമോ? ആ ബാനിനെ നിങ്ങൾ വേണ്ട എന്ന് പറയുമോ? ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളൂ. ഇത് വേണ്ട എന്ന് പറയാൻ എന്ത് ന്യായമാണ് നിങ്ങളുടെ പക്കലുള്ളത് എന്ന് നിങ്ങൾ പറയുക. ഈ രണ്ടാളുകൾ നടന്നു പോകുന്നു, ഇതിലേതാണ് ആണ്, ഇതിലേതാണ് പെണ്ണ്, ഇതിലാരാണ് കുറ്റവാളി, ഇതിലാരാണ് കുറ്റവാളി അല്ലാത്തത്, ഇതിലാരാണ് ഈ ചങ്ങാതിമാർ എന്ന് തിരിച്ചറിയാനുള്ളൊരു അവകാശം നമുക്കുണ്ട്. നമ്മളടുത്ത് വന്നിരിക്കുന്ന ഒരാൾ അയാൾ എന്ത് തരക്കാരനാണെന്നുള്ളത് അറിയേണ്ട ഒരു അവസ്ഥ നമുക്കുണ്ട്. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവം കൂടി പറയാം. ഞാൻ വേറൊരു ആവശ്യത്തിന് വേണ്ടി പുറത്ത് പോയി അവിടെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കുറേ നേരം പോസ്റ്റാക്കി നിർത്തിയതാണ് എന്നെ. അപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയ സമയത്ത് ഞാൻ എവിടെ നിന്നാണോ വന്നത് ആ നിൽക്കുന്ന സ്ഥലത്ത് ഒരു 3-4 പേര് നിൽക്കുന്നുണ്ട്. അതിൽ ഒരാൾ കുറച്ച് താടിയൊക്കെ നീട്ടിയിട്ട് വളരെ സാത്വികനായിട്ടുള്ള ഒരാൾ, ഒരു ജുബ്ബധാരിയൊക്കെ ആയിട്ടുള്ള ഒരാൾ. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ തന്നെ ഇതെന്താണ് ഇപ്പോൾ ഇവരൊക്കെ ഇവിടെ നിൽക്കുന്നത് എന്നിങ്ങനെ ആലോചിച്ചു. എന്തായാലും അവിടെ നിന്നൊക്കെ വന്ന് ഞാൻ ചായയൊക്കെ കുടിച്ചിട്ട് തിരിച്ച് വരുമ്പോൾ, ഞാൻ അങ്ങോട്ട് നടക്കുമ്പോൾ അവരിങ്ങോട്ട് തിരിച്ച് വരുന്നു. 3 പേരുണ്ട്. അപ്പോൾ 3 പേര് ഇങ്ങോട്ട് എതിരെ നടന്നു വരികയാണ്. അപ്പോൾ ഞാൻ ഈ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിലാണ്. അങ്ങനെ നടന്നു വരുന്നു. ഇവർ ഇപ്പുറത്തെ സൈഡിൽ. അവർ അവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു വണ്ടിയുടെ അടുത്തേക്ക് വരുന്നു. അതിൻ്റെ ഡോറ് തുറക്കുന്നു. അതുവരെ എനിക്ക് പ്രശ്നമൊന്നും തോന്നിയില്ല. പക്ഷേ ഡോറ് തുറന്നിട്ട് അയാൾ ഡ്രൈവർ സീറ്റിലേക്ക് കയറുന്നതിന് പകരം അയാൾ ഡോറ് തുറന്നിട്ട് കുനിയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിത് പെട്ടെന്നൊരു ഉൾക്കിടിലം, ഇതിൻ്റെ സീറ്റിൻ്റെ അടിയിൽ നിന്ന് വല്ലതും വടിവാൾ വല്ലതും എടുക്കുകയാണ്. ഞാൻ വേഗം തിരിഞ്ഞു നടന്നു. ഇതാണ് ഉണ്ടായത്. ഇത് നമ്മുടെ മുന്നിലുണ്ടായതാണ്. സംഗതി അവരൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ നമ്മളുടെ മനസ്സിൽ വരുന്നൊരു ഭയം. ഇതുപോലെയുള്ള ആളുകൾ ഇത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് ജോസഫ് മാഷിൻ്റെ കാര്യമാണ് എൻ്റെ തലയിലേക്ക് ഓടിയത്. അതായത് സംഭവിച്ച മുൻ മാതൃകകൾ ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഭയക്കാനുള്ള എല്ലാ കാരണവും ഇവിടെ ഉണ്ട്. മീശ മാധവൻ ഇഫക്റ്റ് ഇവിടെ ഉണ്ടാവുകയാണ്. ഞാൻ തിരിഞ്ഞു നടക്കുകയാണ് ചെയ്തത്. ഇതിവിടെ സംഭവിച്ച കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായ കാര്യമാണ് ഈ പറയുന്നത്, കഴിഞ്ഞ തിങ്കളാഴ്ച. അപ്പോൾ ഇത് ഇവിടെ നമ്മുടെ നാട്ടിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുമ്പോൾ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് ആളുകളുടെ ഇടയിലേക്ക് ഒരു ഭയം ഉണ്ടാകുന്നു? ഒരു പർദ്ദധാരിയെ കണ്ടു കഴിഞ്ഞാൽ അവനൊരു ബാങ്ക് റോബർ നടത്തിയിട്ട് വരികയാണോ അതോ നടത്താൻ പോവുകയാണോ എന്നൊരാൾ സംശയിച്ചാൽ എങ്ങനെ നമുക്ക് തടസ്സം പറയാൻ കഴിയും? കാരണം ലോകത്ത് നിരന്തരം നടക്കുന്ന കാര്യം, ബാങ്ക് റോബറി സ്പ്രീ. ഓസ്ട്രിയയിൽ ഇത് സ്ഥിരം നടന്നിട്ട് ഒരു വാർത്ത തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ചുള്ള ചില റിപ്പോർട്ട്സൊക്കെ. ചില ആളുകൾ ബുർക്ക വെയറിങ് സസ്പെക്ട് സോഡ് ആഫ്റ്റർ റോബറി അറ്റംപ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇഷ്ടംപോലെ വാർത്തകൾ നിങ്ങൾക്ക് കാണാം. ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലായിട്ട് പല കാലഘട്ടങ്ങളായിട്ട് നടക്കുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇതൊരു പ്രശ്നമാക്കി ഇവർ മാറ്റുന്നു എന്നത് തന്നെയാണ്. ഇനി അവസാനമായിട്ടൊരു കാര്യം കൂടി ഞാനിവിടെ ഒന്ന് പറഞ്ഞു നിർത്തുകയാണ്. ഇത് ഒരു വിഷയം കൂടിയുണ്ട്. നമുക്ക് എല്ലാം വേറെ ലൈവ് ചെയ്യാനുള്ള സമയം നമുക്കില്ലാത്തതുകൊണ്ടാണ് ഇതെല്ലാം കൂടി ഒരുമിച്ച് ചെയ്യുന്നത്. ആളുകൾ മാപ്പാക്കുക, എന്തായാലും പേടിക്കേണ്ട. ഇതൊക്കെ തുണ്ടമാക്കിയിട്ട് നമ്മൾ സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് സൗകര്യം പോലെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വാച്ച് ചെയ്യുന്ന നിലയിലേക്ക് വരാം. ഇതൊരു വീഡിയോ ആണ്. ഈ വീഡിയോ ഇതിൽ സംസാരിക്കുന്നത് നമ്മളുടെ ഒരു പാലസ്തീനിയൻ എന്നൊക്കെ നിങ്ങൾ വിളിക്കുന്ന ഒരു പഴയ ഒരു ഹമാസിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവിൻ്റെ മകൻ, ഹമാസിൻ്റെ ഭാഗമായിട്ട് ജീവിച്ച് വളർന്ന ഒരു മകൻ, ദ ഗ്രീൻ പ്രിൻസ് എന്നൊക്കെ അറിയുന്ന നമ്മളുടെ മൊസാബ് ഹസൻ യൂസഫ്. ഇദ്ദേഹത്തെ ഞാൻ മെസ്സേജ് അയച്ച് മടുത്തിരിക്കുകയാണ് നമ്മളെ ചാനലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഇദ്ദേഹം മെസ്സേജ് വായിക്കുന്നില്ല. മെയിലൊക്കെ അയച്ച് നോക്കിയിട്ടുണ്ട്, റിപ്ലൈ വന്നിട്ടില്ല. എന്തായാലും നമ്മൾ കാത്തിരിക്കുകയാണ്, വരും ഒരു ദിവസം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം യൂറോപ്യൻ യൂണിയൻ അവരുടെ ഒരു യൂറോപ്യൻ പാർലമെൻറ്റിൽ നടത്തിയിട്ടുള്ള ഒരു പ്രസംഗം, ഒരു അരമണിക്കൂറുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം. ഞാൻ ഇടയ്ക്ക് ഇൻറ്ററപ്റ്റ് ചെയ്യുന്നില്ല, എന്തെങ്കിലും ചെറിയ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഇത് നമ്മൾ കേൾക്കേണ്ട ഒരു സംഗതിയാണ്. കാരണം നമ്മളിവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് നാരറ്റീവ്സ് ഉണ്ട്. എല്ലാം
പാലസ്തീൻ അനുകൂലമെന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞു വെക്കുന്നത് മുഴുവൻ പച്ച നുണകളാണ്. അവർ വെളുപ്പിക്കലാണ് നടക്കുന്നത്, യാഥാർത്ഥ്യങ്ങൾ മൂടി വെക്കലാണ് നടത്തുന്നത്. അതിൽ ഏറ്റവും പ്രധാനമാണ് ഇവിടുത്തെ ഇടതുപക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയായിട്ട് വരികയാണ്. നിരന്തരം അതിനെക്കുറിച്ചുള്ള മറിച്ചുള്ള കാര്യങ്ങൾ പറയേണ്ടത് നമ്മുടെ ഒരു ബാധ്യതയായിട്ട് വരികയാണ്. ഇപ്പോൾ ഇതിൽ ഇദ്ദേഹം സംസാരിക്കുന്ന കുറേ വിഷയങ്ങളുണ്ട്. സ്പീക്കിംഗ് ബിഫോർ ദ യൂറോപ്യൻ പാർലമെൻറ്റ്, ദ ക്വസ്റ്റ്യൻ ഓഫ് പാലസ്റ്റൈൻ, the ideological dimension of the Middle East conflict, rewarding Palestinian violence is a mistake, condemn child indoctrination, invest in education, stop funding terror leaders and invest in creating non-violent leadership, Islamic invasion, Europe and Israel, criminal and terrorists don't have equal rights. നമ്മളുടെ ഇതിൽ പറയുന്നുണ്ട് the consequences of legitimizing violence against the Jewish community, Jewish minority, mosque and state separation. Arabs in the West Bank and Gaza have the right of self-governing. A Palestinian state is off the table for now. Economy and infrastructure for peace and stability. ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നു. നമുക്കത് ജസ്റ്റ് ഒന്ന് കേട്ടേക്കാം. Thank you for finding the time to listen. I see many members absent, unfortunately. I thought this would be a great opportunity to share first-hand experience, and most importantly, I'm nothing but eyewitness. And it looks like many people want to decide on behalf of the children in the Middle East without listening to the children. ഒരു റിക്വസ്റ്റ്, ഇപ്പോൾ ഈ ഒരു സംസാരം കേൾക്കുന്ന ഏതെങ്കിലും ഒരു സുഹൃത്ത്, ഒരു പ്രേക്ഷകനായിട്ടുള്ള ഒരാൾ ഇതിൻ്റെ ഒരു മലയാളം ഒരു ട്രാൻസ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ട് ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ പിൻ ചെയ്ത് വെക്കാം ആളുകൾക്ക്. നമുക്ക് ഇനിയിപ്പോൾ ഇത് ഡബ്ബ് ചെയ്യാനൊന്നും നമുക്ക് സമയം കിട്ടില്ല. നമുക്ക് സൂസുവിൻ്റെ അത്ര സമയമൊന്നുമില്ലല്ലോ. അവർ ചെയ്യുന്നവരെ ധ്രുവരാത്രിയുടെയൊക്കെ വീഡിയോ എടുത്തിട്ടൊക്കെ മണ്ടത്തരമൊക്കെ എന്തിനാണ് ഈ പറയുന്നത് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. പോട്ടെ, എന്തായാലും ഇത് ആർക്കെങ്കിലും ഇത് ഒന്ന് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് അവിടെ ഒരു കമൻ്റായിട്ട് ഇടാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഇട്ടാൽ നമുക്ക് പിൻ ചെയ്ത് വെക്കാം. നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. ഓക്കെ. Without listening to a child of that conflict, it's not important to have someone who have lived it, to provide first-hand experience and information, so when they make their decisions on our behalf, on behalf of the children in the Middle East, they don't make mistake. For example, by funding criminals for decades from the public money that has been advancing terrorism and chaos that brought us to this low point of destruction and barbarism. And of course, none of them would take responsibility. They want to sit in comfort and decide on behalf of this generation and the next generations. It's not important for them to come and take a seat for half an hour and listen. But what can we do? This is part of this war, a war of narratives. And there is only one truth. But many have been compromised by the Qatari money, and yes, by the Qatari money, the Arab oil money, the Muslim money, and they have been serving many masters. When they serve many masters, this means that they have no truth. I was born back in 1978. I was only 10 years old when the first Palestinian Intifada started. My father was one of the founders of Hamas. And my family taught me that I was Palestinian. But they never said why I was Palestinian. Like today, millions of people believe to be Palestinians as an ethnic group, but in reality, they are not. And we have tens of millions around the world who say free Palestine, while in reality, Palestine never existed, except as a colonial entity
against the indigenous of the land. I'm not saying that there were no Arabs in that region, but for some reason, Arabs were allowed to take their caravans from every destination in Arabia with no political borders to come and profit from the British mandate of Palestine. But the Jews who had to go through the Holocaust and the ethnic cleansing on the hands of Ottoman Empire for approximately 400 years, then the ethnic cleansing in Europe, then the Holocaust, they did not have the right to take the boat and escape the hell of Nazism to come and find a safe place where they could survive. This is a crime. It's colonialism. But for all the Arab and Muslim invaders who came to profit, who did not have any connection to the land, that was legitimate. So I was supposed to believe that I am a Palestinian. But what makes a Palestinian, nobody has the answer. What makes the Palestinian different than the Egyptian or the Jordanian? It's not a human race. It's not a distinct language. It's not a religion. It is nothing but a violent ideology that was established as a hostile movement to annihilate the Jewish people from that land. The continuous Islamic, and I insist to say Islamic, attempt to kill the Jewish people. And that brings us to the ideological dimension that many of us are in denial. Why? Because we have 2 billion Muslims around the world and we don't want to piss them off. So most of us stick our head in the sand in denial. While it's in the Quran, it's in the Hadith, that it's an Islamic belief based on the Islamic most trusted sources, that the end times will not come and the Mahdi, that's the savior of the Muslims, will not return until the Muslims annihilate all the Jewish people, not only in Israel, but worldwide. This is not only human delusion. ഇത് ഇത്രയും നേരം പറഞ്ഞതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ക്ലാരിഫിക്കേഷൻ ഇദ്ദേഹം കൊടുക്കുന്നത് പ്രധാനമായിട്ട് നമ്മുടെ നാട്ടിൽ പോലുള്ള ഒരു കൂട്ടം ആളുകൾക്കാണ്. അതിലൊരു വിശ്വാസികൾക്കും അതിനകത്ത് ഒരു ഉത്തരമുണ്ട്. അതായത് ഇസ്രായേൽ പാലസ്തീൻ വിഷയം എന്ന് പറയുന്നത് മതവുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് പറയുന്ന വിശ്വാസികളടക്കമുള്ള ആളുകളുണ്ട്. അവർ ചില സമയങ്ങളിൽ പറയും ജൂതന്മാരെ കൊന്നൊടുക്കണം, ജൂതന്മാരിവിടെ ഉണ്ടാകാൻ പാടില്ല, അവസാനത്തെ ജൂതനെയും കൊന്നു തള്ളുന്നവരെയും ലോകം അവസാനിക്കില്ല എന്നൊക്കെ ഉള്ളത് പള്ളിയിലിരുന്ന് പറയും, പ്രസംഗത്തിൽ കേൾക്കും, ആമീനൊക്കെ പറയും, ഇൻഷാ അല്ലാഹ് എന്ന് പറയും, അതിന് വേണ്ടിയിട്ടുള്ള വലിയ വലിയ പ്രതിജ്ഞകളൊക്കെ എടുക്കും. പക്ഷേ യഥാർത്ഥത്തിൽ ആ വിഷയത്തിലേക്ക് വരുമ്പോൾ, അതൊരു പൊതുസമൂഹത്തിൽ ചർച്ചയാകുന്ന ഒരു വേള വരുമ്പോൾ ആ സാധനം അവരെടുക്കില്ല. പകരം അവിടെ സാമ്രാജ്യത്വം, അവിടെ കൊളോണിയൽ ശക്തികൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് തുടങ്ങും. ഇതാണ് ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തിൻ്റെ മൂല കാരണമെന്ന് പറയുന്നത് മതം തന്നെയാണ്. മതം മതം മതം, അതിനപ്പുറത്തേക്ക് ഒരു കാരണമില്ല. ബാക്കിയൊക്കെ പിന്നീട് ഉണ്ടായിട്ടുള്ള, അതിന് മുകളിൽ നിങ്ങൾ പറയാൻ ഈ പ്രധാന കാരണം പറയാത്തതിൻ്റെ പേരിൽ ഉണ്ടായിട്ടുള്ള വിഷയങ്ങളും മറ്റും മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ ഈ പറയുന്നത് ഈ പലസ്തീനിയനായിട്ടുള്ള, ഈ ഗാസയിൽ ജീവിച്ചിട്ടുള്ള ഹമാസിൻ്റെ നേതാവിൻ്റെ മകൻ, ഹമാസിൽ വർക്ക് ചെയ്തിട്ടുള്ള, അതിൻ്റെ തന്നെ പെർസിക്യൂഷൻ ഭയന്ന് ഇസ്രായേലിൻ്റെ സഹായത്തോടു കൂടി അവിടെ നിന്ന് രക്ഷപ്പെട്ട് US സ്ഥിരതാമസമാക്കിയ ഒരു വ്യക്തി കൂടിയാണ് ഇപ്പോൾ ഈ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾക്കത് വിശ്വാസമാവുന്നില്ലെങ്കിൽ തൽക്കാലം നിങ്ങളുടെ വാക്കുകൾ വിശ്വസിക്കാൻ നമുക്ക് സൗകര്യമില്ല എന്നുള്ളതും കൂടി അങ്ങ് മനസ്സിലാക്കുക. നമ്മൾ പല ആംഗിളിൽ നിന്ന് ഇത്തരം വിഷയങ്ങളിലുള്ള കാര്യങ്ങളുടെ ഒരു ക്ലാരിറ്റി നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ പുറകിൽ ഈ പതാകയും വെച്ചിട്ട് ഇരിക്കാൻ കഴിയുന്നത് എന്നും കൂടി ഒന്നും ഇവിടെ പറഞ്ഞു വെക്കാണ്. ഓക്കെ, They have been acting on it. It's a legislation. Many out there believe that Allah gave them the authority to punish the Jewish people. First, Allah chose the Jewish people. It was His chosen ones
But for disobedience, Allah wanted to punish the Jewish people. And now the Muslims functioning as the sword of Allah on earth to punish the Jewish people and all the non-Muslims who don't submit to Islam. This is the Islamic law. And all those who try to sell the West a peaceful version of Islam, they are liars and they are lying. And their claim is baseless. Okay, this is too controversial, and I did not come here to say things about Islam, but this is very important to understand as a foundation of this conflict. Because if we really want to find a solution, then we need to understand the dimensions of the conflict. And the ideological dimension of this conflict is the most significant one, in my humble opinion. This is how I was conditioned as a Muslim, then as a Palestinian, and I think both identities are false. They stole our individuality as children. We were born free. ഇത് ഇത്ര ക്ലാരിറ്റിയിൽ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് വിചാരിക്കും, കണ്ട നീ അവിടെ നിൽക്ക്, കേട്ട ഞാൻ പറയട്ടെ എന്ന ഒരു ലൈനാണ് നമ്മളിവിടെ കാണാൻ കഴിയുക. ഇത് തന്നെയാണ് ഇവിടെയുള്ള മുസ്ലിങ്ങളെ പോലും ഈ വിഷയത്തിൻ്റെ യാഥാർത്ഥ്യം അറിയുന്നതിന് തടസ്സമായിട്ട് മാറുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങൾ ശ്രദ്ധാപൂർവ്വം കേൾക്കണമെന്ന് ഞാനിവിടെ അഭ്യർത്ഥിക്കുകയാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ സംസാരിച്ചത് ഒരുപാട് നീണ്ടുപോയതുകൊണ്ടാണ് ഞാനൊന്നും മിണ്ടാതിരിക്കുന്നത്. ഓക്കെ. Children of earth, children of the divine. And they gave us false identity. They said, you're a Palestinian now. Fight for this identity. It's so important to you. And who created this? A con artist from Egypt, born in Egypt, with an Egypt accent. His name Yasser Arafat. A global terrorist who wanted to globalize the Intifada and hijack commercial airplanes and blow up athletes at Munich Olympics, and we can go on and on of the Palestinian global terrorism as a mean for political and financial gain. He never been there. No evidence. With the Egyptian birth certificate. And this is the father of the Palestinian revolution. The most corrupt revolution on earth that does not have concern towards the Arab or the Jewish children in that region. Please notice, my ethnicity is not Palestinian. We are Arabs of Judea and Samaria. That's an ethnic group. This is ethnicity. But Yasser Arafat did not want us to go to school. This is why, when the first Palestinian Intifada started back in 1987, the masked men used to come to our school and ask us to leave, to go to the checkpoints and throw stones at the Israeli army. Because for Yasser Arafat, it was very clever to pay a handful of masked men, we didn't know who they were, to come to school and send children to the checkpoints to get shot, or at least to confront an Israeli tank with a rock. This image attracted the globe and attracted so many people to see the bravery of a child throwing a rock. അതായത് ആ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു ഇസ്രായേലി ടാങ്ക് വരുന്നു, അതിനെതിരെ കല്ല് എറിയാൻ വേണ്ടി നിൽക്കുന്നൊരു ബാലൻ്റെ ചിത്രം. വലിയ ശ്രദ്ധ പിടിച്ച് പറ്റിയിട്ടുള്ളതാണ്. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് കണ്ട് എത്ര പ്രശ്നമാണ് അവിടെ നേരിടുന്നത് അവിടുത്തെ ജനത എന്നൊക്കെ തിരിച്ചറിയാൻ അത് വലിയ തോതിൽ സഹായിച്ചിട്ടുള്ളൊരു ചിത്രമാണ്. ആ ചിത്രത്തിൽ നമ്മളെപ്പോഴും സംസാരിച്ചിട്ടുള്ളത് ആ ചിത്രം കാണുന്ന ഒരു തേർഡ് പാർട്ടി എന്നുള്ള രീതിയിലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ആ ചിത്രത്തിൻ്റെ ടാങ്കിലിരിക്കുന്ന ആളുടെ ഭാഗത്ത് നിന്നിട്ടോ അല്ലെങ്കിൽ ആ കല്ലെറിയുന്ന കുട്ടിയുടെ ഭാഗത്ത് നിന്നോ നമ്മളിതുവരെ കേട്ടിട്ടില്ല. പക്ഷേ ഇവിടെ നമ്മളിപ്പോൾ കല്ലെറിയുന്ന ആ കുട്ടിയുടെ ഭാഗത്ത് നിന്നിട്ടുള്ള കാര്യമാണ് നമ്മൾ കേൾക്കുന്നത്. ആ കുട്ടി എങ്ങനെയാണ് അവിടെ വന്ന് എറിയുന്നത്, എന്ത് കാരണം കൊണ്ടാണ് എറിഞ്ഞത്, ആരാണ് എറിയിക്കുന്നത്, അവർക്ക് എറിഞ്ഞാൽ കിട്ടുന്നത് എന്ത്, ഇതാണ് ഇവിടെ പറയുന്നത്. കേൾക്കാം, നമ്മളുടെ അന്തം കമ്മീസ് എന്തായാലും കേൾക്കാം. At a very advanced weapon.
So many people sympathized with Yasser Arafat in his movement. They funded Yasser Arafat. And Yasser Arafat got addicted to power, to fame, to money, to prestige, and now this became his game. He assassinated his political rivals. He self-appointed, or he appointed himself as the leader of the revolution. And he built billions of dollars. Where did that come from? The Arab oil money and the European countries who funded him to try to silence him. This is the game. The more money you give this corrupt revolution, the more they will sacrifice children. Not only Jewish children, but also Arab children. And of course, people in the West cannot understand a culture that is willing to sacrifice its own children. But I'm a living example. When my father had to choose between his ideology, between his hypothetical Allah that he is worshipping and his son, he chose the cause to maintain and protect his public image that he has invested more than 60 years in falsehood, false identity of a Palestinian, of an Islamist. This is not who I am, and it's a choice to know my roots as a child of the divine, as a child of the universe, as a child of earth. That today I choose the highest interest of humanity, not the interest of the tribe. That this is Palestinian, etc. Who cares? And how many children are they willing to sacrifice for this sick ideology? And today we have so many sellouts in the West who scream out loud, "Free, free Palestine," forsaking the hostages. That's it. Naturally, when we have a hostage situation, humanity should get united to say free the hostages. The most logical thing. They represent all of us. They're just civilians that they have been kidnapped from their backyards, from their living rooms. Infants, children, elders, Holocaust survivors, mostly farmers from a liberal including community Muslims, that Arabs. actually believed in coexistence and peace. And the entire world suddenly got united behind a concept. They choose a concept over humanity. It's so obvious that our crisis is bring the hostages and save the children from those who have hijacked the entire society and booby-trapped one of the most populated areas in the Middle East to kill civilians for political and financial gain. But for some reason, many of us are confused, and we have been choosing an ideology, a concept over humanity. And of course, they have been posing as they have the higher moral ground. They all speak on behalf of the children, of the victims of this conflict. Well, how can you be speaking on behalf of the children, but in the meantime, you haven't condemned Hamas? On one hand, they support the resistance. They claim that this is a legitimate resistance against occupation. But we tell them there was never Palestine.
It was never as a country. It's not a people. And if there is no such thing, how can it be occupation? Usually you occupy something that is a country, that is an ethnic group, that is a nation. ഇത് പറയുന്നത് ഒരു പലസ്തീനിയൻ എന്ന് പറയപ്പെടുന്ന ഒരാളാണെന്നും കൂടി നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾ ആരെയാണോ പലസ്തീനിയൻ എന്ന് വിളിക്കുന്നത് അതിൽപ്പെട്ട ആളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സാധനം അവിടെ ഇല്ല. അവരെ പോലും തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് എന്ന് പറയുന്ന ഒരു വാദം നിങ്ങൾ കേൾക്കുക. ഇതാണ് നമ്മൾ പറയാറുള്ളത്. പണ്ടേ ഉണ്ടായിരുന്നത് പലസ്തീനാണ് എന്ന് പറയുന്ന ആളോട് നമ്മളെപ്പോഴും ചോദിക്കാറ്, നിങ്ങൾ അതിൻ്റെ തെളിവ് വെക്കുക. നിങ്ങൾ തെളിവ് വെക്കാൻ വേണ്ടി ചരിത്രം കുഴിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ തെളിവും പണ്ടേ ഉണ്ടായിരുന്നത് ഇസ്രായേലാണ് എന്ന് പറയുന്നതിലേക്കാണ് എത്തുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചരിത്രം കുഴിക്കുന്നത് നിർത്തുക. എന്നിട്ട് നിലവിലുള്ള സാഹചര്യത്തിൽ അതിനുള്ള പരിഹാരങ്ങളെക്കുറിച്ച് സംസാരിക്കണമെന്ന് നമ്മളെപ്പോഴും പറയുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾ ചരിത്രം കുഴിച്ചാൽ നിങ്ങൾ കുടുങ്ങും. അപ്പോൾ ഇനി ഈ പറയുന്നതിൽ എന്തെങ്കിലും ഒരു വാദം മറുത്ത് നിങ്ങൾക്ക് ഇദ്ദേഹത്തിന് പറയാനുണ്ട് എന്നുണ്ടെങ്കിൽ, ഈ പലസ്തീനിയനായിട്ടുള്ള ഈ ഗാസക്കാരനായിട്ടുള്ള ഇദ്ദേഹത്തിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, ഹമാസിൻ്റെ സ്വന്തം മുതലാളിയായിട്ടുള്ള ആളാണ്, നിങ്ങൾ ഇദ്ദേഹത്തിന് ഉള്ള മറുപടി ഒന്ന് എഴുതി ഒന്ന് പോസ്റ്റ് ചെയ്യുക. നമ്മളുടെ തന്നെ ചാനലിൽ കമൻ്റായിട്ടോ എവിടെയാണെങ്കിലും ഇടുക. നമുക്കത് ഇവിടെ ഡിബേറ്റ് ചെയ്യാമെന്നാണ് ഞാൻ പറയുന്നത്. ഈ ഡിബേറ്റിന് വിളിക്കുക, ചർച്ചയ്ക്ക് വിളിക്കുക എന്ന് പറയുമ്പോൾ എന്തോ മോശം കാര്യമായിട്ട് ചില ആളുകളൊക്കെ പറഞ്ഞു. ഈ ആരിഫിനോട് ഒന്ന് പറഞ്ഞാൽ അടുത്തതിന് ചർച്ചയാണെന്ന് പറഞ്ഞിട്ട് ആരോ ഒരാൾ കമൻറ്റ് ഇട്ടിരിക്കണമായിട്ട് കണ്ടു. അതേപോലുള്ള ആളുകളോടൊക്കെ നമുക്ക് പറയാനുള്ളത്, നമുക്ക് ചർച്ചയെ പറ്റുള്ളൂ, അല്ലാതെ ഉടനെ ആസിഡ് ഒഴിക്കലോ കൈയും കാലും വെട്ടാൻ പറയലോ അല്ലെങ്കിൽ വെട്ടുകളി ആക്രമോ ഇതൊന്നുമല്ല നമ്മുടെ രീതി. നമ്മുടെ രീതി നിങ്ങൾ പറയുന്നതിനോട് വിയോജിപ്പുണ്ട്, അതിൽ ഒരു ചർച്ച വേണം എന്ന് പറയുമ്പോൾ അതിന് മുന്നോട്ട് വരിക എന്നുള്ളതാണ്. അതിന് പകരം നിങ്ങൾ തെറി വിളിച്ചിട്ട് എന്താ കാര്യം? അപ്പോൾ നിങ്ങളോട് വീണ്ടും നമ്മൾ പറയുകയാണ്, ഈ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് എതിർത്ത് പറയാനുള്ള കാര്യങ്ങൾ മുസാബിനോട് എന്തായാലും പറയാൻ നിങ്ങൾക്ക് പറ്റില്ല, എനിക്കും പറ്റില്ല. കാരണം ആളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. കിട്ടുമ്പോൾ നമുക്ക് ചോദിക്കാം. അല്ലാത്ത സമയം നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഇദ്ദേഹം പറയുന്നതിൽ ഇദ്ദേഹത്തോട് എതിർത്ത് ഇദ്ദേഹത്തെ തിരുത്തണമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഭാഗം അത് നിങ്ങൾ നോട്ട് ചെയ്ത് എഴുതി ഇതിൽ കമൻ്റായിട്ട് പോസ്റ്റ് ചെയ്യുക. അത് നമുക്ക് അവിടെ പിൻ ചെയ്ത് അതിലൊരു ചർച്ച തന്നെ ആകാം എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ. But what, you occupy something in the air, a concept that never existed. In fact, Israel fought against colonialism. They paid in blood the bills, and they earned their independence back in 1948. Only the Jewish people fought against colonialism. And prior to the British, they were the Ottoman Empire, which basically invaded the entire region. And that's it. There is no Palestine in between. A colonial entity that existed from 1918 to 1947 or 1948. That's approximately 25 years of a lifespan. So, why what so-called Palestinians believe that they have they have inherited such entity? Well, the Jewish people also were called Palestinians during that time. All the residents of that region had a Palestinian passport. Druze, Christian, Arabs, Jews, all ethnicities. So what makes now only the Arabs unique to this identity? It's madness. And so many people are believing. So many believers. This is what we are dealing with. So they inverted the narrative. And we don't need to look way back in the past. We can just look into our lifetime. Since October 7. Savages. They broke the fence. They went into peaceful communities. They wiped out more than 20 peaceful communities based on their religion and based on their ethnicity, based on their race. And that's the very definition of a genocide. Genocide is not defined by head counts. To say, let's say, if we kill more than 5,000 people, this becomes a genocide. No, genocide is defined by why the people have been killed. And the only people who were killed based on their religion and ethnicity
are the Jewish people on October 7. The victims in Gaza, they are not being killed because of their religious or ethnic background. It's a collateral damage because of the lack of responsibility of their government. For all those who claim to say what's happening in Gaza is a genocide based on the head count, they are contradicting the dictionary and the reality. Israel has been doing everything within their ability to minimize the civilian casualty by giving people 2 weeks in advance, revealing the military plans. Evacuate this area while the terrorists evacuate with the civilians, dressed up like women, like civilians. It's very obvious for any person with intelligence to see that the terrorists have been trying to maximize the civilian casualty. Then they did not stop there. They exaggerated and they lied about the statistics. Then humanitarian organizations, the United Nations, the European Parliament, everybody considered the Hamas narrative and the Hamas lie as a source. They haven't been on the ground. They did not count the numbers. They don't have the birth certificates or the death certificates. But somehow they reached the point of saying 40,000 casualties. But even if that was true, why are they surprised? In the most populated area, when terrorists hijacked schools, hospitals, mosques, churches, every sacred zone, they did not leave the civilians even with one safe zone to go. And since the beginning of the war, I said evacuate the civilians. Pressure Egypt to open the border so the most vulnerable civilians can evacuate and we go in and eradicate this cancer, because we cannot afford another Gaza war. This is not the first Gaza war. It's the fifth. And every time the terrorists sacrificed civilians, we rewarded them with what? With money and power and legitimacy. So every war they came back stronger. And this last war, they doubled down, they tripled down on this evil practice. And now they are expecting from the West, from the free world, to come on its knees and beg them, please don't hurt more children and we will give you whatever you want. You want a Palestinian state? We will give you a Palestinian state. Even that means at the expense of already established democracy. That is not only a democracy for the Jewish people, but also for Muslims, Arabs, Druze, Christians, all type of people. So we have now governments that have been pressuring Israel, blaming Israel, delegitimizing Israel, not realizing that Hamas game and the Palestinian game has been to delegitimize Israel, to discredit Israel, to criminalize and demonize Israel, while in reality this is not the truth. So the more we believe them, the more we will get divided. Because I don't think any power on earth will be able to push Israel to the point where Israel will have to compromise its security and the future of the Jewish people. We all know that this is a red line. So how can we pressure Israel to do the impossible? To give up security, territory, and just give it to irresponsible lunatics, psychopaths, and tell them, here you go. Take power, take money, and whenever you wish, you can just invade us, take hostages, kill our people.
There is no leader in Israel that can afford doing this. If I was the leader of Israel, I will not agree to it, even if it means total and absolute sanction from the globe. ഒരു കാര്യം ശ്രദ്ധിച്ചോ, അതായത് നമ്മുടെ നാട്ടിലെ ഹമാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീരശൂര പരാക്രമികൾ, സ്വാതന്ത്ര്യ സമര പോരാളികൾ എന്നൊക്കെ വിളിക്കുന്നതിൻ്റെ ഇടയിലാണ് ഹമാസിൻ്റെ സ്വന്തം പുത്രനായ ആൾ വന്നിരുന്ന് പറയുന്നത് അത് ലുനാറ്റിക്സ്, സൈക്കോപാത്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കാം. അത്രയും നീചന്മാരാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. കാരണം ഈ ഹോസ്റ്റേഴ്സിനെയൊക്കെ പിടിച്ചുകൊണ്ട് പോയിട്ട് അവിടെ ബലാത്സംഗം ചെയ്യുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു യസീദി പെൺകുട്ടിയെ അവിടെ നിന്ന് റിലീസ് ചെയ്ത് കൊണ്ടുവന്നതിനെക്കുറിച്ചൊക്കെയുള്ള വാർത്ത നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. എങ്ങനെയാണ് അവർ ഹമാസിൻ്റെ കീഴിലേക്ക് എത്തിയത്? ഹമാസിൻ്റെ അണ്ടറിലാണ് ആ യസീദി പെൺകുട്ടിയെ അവർ അവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചത്. കാരണം ഈ ഒരു സംഗതി ഇവിടെ നടക്കുന്നതിൻ്റെ ഇടയിൽ ഏറ്റവും സുരക്ഷിതമായിട്ട് അങ്ങനെ ഒരു ഒളിപ്പിച്ച് പാർപ്പിക്കൽ നടക്കുമെങ്കിൽ അത് ഏറ്റവും കൂടുതൽ നടക്കാൻ സാധ്യത, അല്ലെങ്കിൽ ഏറ്റവും സുരക്ഷിതമായിട്ട് നടക്കാനുള്ളൊരു മേഖല അത് ഈ ഗാസ തന്നെയായിരുന്നു. എന്ത് തരം തെണ്ടിത്തരം അവിടെ ചെയ്യാമായിരുന്നു എന്ന നിലയ്ക്കായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എന്തിനാണ് ആ 14 വയസ്സ് പ്രായമുള്ള ആ കുട്ടിയെ പിടിച്ചുകൊണ്ട് വന്ന് ഇതുപോലെ പൂട്ടിയിട്ട് എത്ര വർഷങ്ങൾ, 10 വർഷത്തോളമാണ് അവിടെ കിടത്തി പീഡിപ്പിച്ചത്. അതിൽ അവസാന കാലഘട്ടമാണ് ഹമാസിൻ്റെ കയ്യിലേക്ക് എത്തിയത്. അപ്പോൾ ഇതെല്ലാം ഇവിടെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരുടെ മെൻറ്റാലിറ്റി അത് ഇതുപോലെ വരുന്നു. നമ്മൾ കണ്ടു ചിത്രങ്ങൾ. ആ ഒക്ടോബർ 7 ആളുകളെ കൂട്ടക്കൊല നടത്തി കൊണ്ടുപോകുമ്പോൾ ആ ട്രക്കിലിട്ടിട്ട് അവരെ മേത്ത് ചവിട്ടി കൂട്ടി അവരെ കാലൊക്കെ മുറിച്ച് ബലാത്സംഗം ചെയ്യുന്നതും അതുപോലെ അവർ വിവസ്ത്രരാക്കി അതിലേക്ക് തുപ്പുന്നതും എല്ലാത്തിനും അല്ലാഹു അക്ബർ വിളി പിന്നാലെ ഉണ്ടെന്നുള്ളത് മാത്രമാണ് ഒരു സമാധാനം. ബാക്കിയൊക്കെ നമ്മൾ കണ്ടതാണ്. എത്രമാത്രം നീച പ്രവൃത്തികളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുക. ആ ഡെഡ് ബോഡീസിനെ വരെ, പാതി ജീവനുള്ള ബോഡീസിനെ പോലും ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. എന്നിട്ട് ബാക്കിയുള്ള ആളുകൾ വന്ന് പഠിപ്പിക്കുകയാണ് നിങ്ങൾ വളരെ തീവ്രമായിട്ടാണ് ചെയ്യുന്നത് എന്നൊക്കെ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമുക്ക് അതിനോട് ഒരു തരത്തിലും യോജിക്കാൻ കഴിയുന്ന കാര്യമല്ല. അവർ എന്ത് കോസിന് വേണ്ടിയാണെന്ന് പറഞ്ഞാലും ആ കോസിനെ മൊത്തത്തിൽ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്ന രീതിയിലാണ് അവരുടെ ആക്ഷൻസ് അവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആ ഒരു വിഷയത്തിൽ ഹമാസിൻ്റെ ഒപ്പം നമുക്ക് നിൽക്കാൻ പറ്റാത്തതും അവരെ തീവ്രവാദികളെന്ന് നമ്മൾ അക്ഷരം തെറ്റാതെ വിളിക്കണമെന്ന് നമുക്ക് പറയേണ്ടി വരുന്നതും. And not to mention that Israel is a superpower. So why push a superpower, a democratic system, all the way to the corner in favor of no people, in favor of political gangs that does not have even a legitimate leadership? Their main crisis that they cannot agree on one leadership. I wish that it was only a snake with one head, that we can actually try to reason with it. But it has 99 heads. So we are going nowhere with this. But of course, many of us say, then what is the solution? And I'm not here to draw a very dark image, but we need to understand the reality of the situation. And this is why I talk you on multiple dimensions, and this is not the end of the story. This is just barely the tip of the iceberg of this 1400 years of Jewish hatred. And I think as long as Allah is a legitimate authority, and as long as Allah wants the Jews killed, then there are going to be a bunch of people out there going after the Jewish people. And if we, as Christians, Buddhists, Hindus, atheists, the rest of the world, if we don't get united, realizing that we have a religious majority that has been determined to annihilate a religious minority, if we don't understand that this is the actual situation, then they will take advantage of all of us. If we allow them to kill the Jewish people today, tomorrow they will have another problem. Maybe the next time it's not Palestine, it could be Andalusia. Because also Andalusia is a Muslim land according to Islamic law, and the Muslims are required to fight until they liberate this Islamic territory. Every mosque around the world is an Islamic land. And I dare you to try to shut down one mosque in Europe. Especially if they mix or don't separate religion and state or mosque and state. This is the challenge.
And this is where they contradict a fundamental of the Western or most Western constitutions, that no one is above the civil constitution. But Allah and the mosque are two authorities above. And Muslims don't separate between mosque and state. Now, they are in violation of the laws. Now you as lawmakers, go and try to say this mosque violated the law, we want to close the mosque. They suddenly become angry. They have a cause. And they could turn violent. And they could all get unified behind their angry cause. The same way we see them angry on the streets for Palestine, non-existential. Even to the degree when there is some idiot on the street burning a Quran, they go against the entire nation, against the government, against the diplomats worldwide, boycotting and sanctioning and protesting. And you try to tell them this was just an individual. It's his responsibility, it's not the responsibility of the entire people of the country. But they insist on violence by the means of sword and by the means of intimidation. This is the Islamic approach. I know that I'm taking lots of time. I'm trying to conclude. Thank you for your patience. So the situation in Andalusia could be next, and we all living the modern day Islamic invasion. Many here leftists, or they claim to be liberals, Democrats, they want equal rights. And we simply tell them, what about equal responsibility? Decent citizens show responsibility, hence they have equal rights. But criminals, terrorists, invaders, illegals, they haven't shown any responsibility. So why they are entitled for equal rights? What do we do to the criminals who violate the laws? Don't we imprison them and strip them from all their rights? Suddenly we give them just the minimum human rights in a cell? Why? Because they are criminals. Why don't we give them equal rights as well? Citizens who show equal responsibility, they are entitled for equal rights. Otherwise, it's a different story. Now, keep in mind, Andalusia and Palestine, they're very similar concepts. If Hamas and Palestinians succeed in pressuring the world to manifest their Palestine, which I don't think is a possibility, then there is going to be another concept, a different name, another angry cause to justify their violence. And I don't want to see this. I say it's their freedom to be Muslims, but keep Islam in Mecca. Keep the mosque in Mecca. Here in the West, I don't want to see the West turning into an Islamic continent. I love diversity. When I come to Europe, I want to feel that it's Europe. And if those who really admire Mecca and worship in the stone, then why don't they just migrate to Mecca? Stay there, where no women rights. Their society does not give women any rights. They are property. And when you cancel half the society, what is a society without women? You kill all the creativity. Then there is sexual repression, and the sexual repression will automatically lead to violence, to terrorism. And this is the psychological connection. Then they are attracted to come to the West. Why? Because they see freedom. Women are free. Hence, the society is free.
and more healthy. So they come attracted to the freedoms. But then suddenly, they want to turn it into Mecca, where non-Muslims are not allowed to enter the city. Yes. I don't want to say, where is their tolerance? Where are the temples? Where are the synagogues? Where are the churches that are in Mecca? But this is too much. Let's say we don't want to give them big responsibility or a big task to manifest. At least we say, why don't you allow the non-Muslims enter the city of Mecca? The signs are so huge on the entrance of Mecca, say Muslims and non-Muslims, 2 free ways. This is their approach. This is their tolerance. Got it. So tomorrow they could do the same thing here in Europe and everywhere in the world. So we need to be aware. We need to be aware of the fundamentals of this problem in order for us to provide good solutions. If they want to worship in the mosque, this is okay, but they must separate mosque and state. If they want to worship, they have the freedom for worship, but we don't want to see gatherings, political gatherings by the name of Islam, praying in the thousands, making political statement. They are in violation, immediately in violation. If they want to worship, close your door. It's your devotion. It's your relationship between you and your God, between you and your Allah. I don't have a problem with that. But don't intimidate the people with your prayer. And I conclude that there could be a solution similar to the Vatican. You know, the Vatican does not have borders, and it's a very powerful state. Does not have big army. They don't need big guns. And that model could be manifested in the Palestinian territories, or let's say the West Bank. That instead of the European Union investing its money in gangs, in corrupt politicians who have been against the interest of the children, against the people, and against the future of this generation and the next generations, we should invest our money in education. It must be conditional. We can invest in economy, and we can improve the life of this generation, that we invest directly in the people. And we don't want, in the near future, any Palestinian state. The children don't care for a political entity. They don't care. What they need a peaceful environment. They need a responsible leadership that does not abuse them or indoctrinate them. And as long as we continue to fail the children in favor of these criminals, the Middle East conflict will continue forever. And I think all the attempts to try to pressure Israel to give up its security and its freedoms for such political gangs, this is not going to help the situation either. Thank you for your patience. Thank you for giving me this podium. I appreciate you, and I hope that we together can create the change. Thank you. വളരെ മികച്ച രീതിയിൽ തന്നെ കാര്യങ്ങൾ അരമണിക്കൂർ കൊണ്ട് പറഞ്ഞു തീർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിനകത്ത് വരാത്തത്. ഇടപെട്ടാൽ വീണ്ടും അത് വൈകും എന്നതുകൊണ്ട് തന്നെ. അപ്പോൾ എന്തായാലും നിങ്ങളത് പോസ് ചെയ്തൊക്കെ വീണ്ടും കേൾക്കുക. പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് പറയാനുള്ള മറുപടികൾ, അതിനകത്തുള്ള വിയോജിപ്പുകളൊക്കെ നിങ്ങൾ അറിയിക്കുക. നമുക്കത് ചർച്ച ചെയ്യാവുന്ന കാര്യമാണ്, ഡിബേറ്റ് ചെയ്യാവുന്ന കാര്യമാണ്, ആർക്ക് വേണേലും വരാം. അപ്പോൾ നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇദ്ദേഹം പറഞ്ഞ ഒരു പ്രധാന പോയിൻ്റ് ഇതിനകത്ത്, ഈ വിഷയത്തിൽ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിനുള്ള പങ്ക്, ഈ ഇസ്രായേൽ ഹമാസ് വിഷയം, പാലസ്തീൻ വിഷയം, അതിനകത്തുള്ള ഇസ്ലാമിൻ്റെ പങ്ക് ചർച്ച ചെയ്യണം. അതൊരു വലിയ പങ്ക് തന്നെയാണ്. അത് അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നതും, അതുകൂടാതെ ആ സംഗതി അതൊരു ഇസ്രായേലിൽ പലസ്തീനിലോ ഒതുങ്ങി നിൽക്കുന്നതല്ല, അത് ആഗോളതലത്തിൽ നീങ്ങുമെന്നും അത് യൂറോപ്പിൽ അതിൻ്റെ പ്രശ്നങ്ങൾ ഇതിനോടകം കാണുന്നതിനെയും അഡ്രസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വിഷയത്തെ തിരിച്ചറിയണം
അതുപോലെ ആ ഒരു ഡൈവേഴ്സിറ്റി, അതുപോലെ ആ ഒരു കോ എക്സിസ്റ്റൻസിൻ്റെയൊക്കെ വിഷയങ്ങൾ എങ്ങനെയാണിത് ബാധിക്കുന്നത് എന്നതെല്ലാം അവിടെ കൃത്യമായിട്ട് ആൾ പറയുന്നത് നിങ്ങൾ കേട്ടു. ഇത് എല്ലാവർക്കും ബാധകമാണ്, നമ്മുടെ നാട്ടിലും ഇത് ബാധകമാണ് എന്നും കൂടി ഓർക്കുമ്പോഴാണ് നമ്മളൊക്കെ ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നതിൻ്റെ ആ ഒരു ലക്ഷ്യം കൂടുതൽ നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നത്. അത് ശരിയായ പാതയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ധാരണ നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് കാര്യങ്ങൾ ഇതുവരെ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതുപോലെയുള്ള വേദികളിൽ ഭാവിയിൽ നമ്മളും പോയിരുന്ന് സംസാരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കേൾക്കാം. അതിനുള്ള വഴിയും നമ്മൾ ഉണ്ടാക്കും. ഇതിനോടകം ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നൊരു വിഷയത്തെ സംബന്ധിച്ച് അതിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട്, അതൊരു ഫോബിയ അല്ല, അതൊരു ഫിയർ തന്നെയാണ്. ഇസ്ലാമിനെ ഭയക്കണം എന്നത് സംബന്ധിച്ചിട്ട് നമ്മൾ ഒരു UN ഒരു റെപ്രസെൻറ്റേഷൻ നമ്മൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അത് വരും വർഷങ്ങളിൽ കുറച്ച് സമയമെടുക്കുന്നൊരു പ്രോസസ്സാണ്. കുറേ കാര്യങ്ങൾ അതിനകത്ത് ചെയ്യാനുണ്ട്. അത് 1-2 വർഷത്തിനുള്ളിൽ നമ്മൾ ഇതേപോലെ ഒരു UN റെപ്രസെൻറ്റേഷൻ നടത്തണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇതിപ്പോൾ യൂറോപ്യൻ യൂണിയനിലാണ് നടത്തിയിരിക്കുന്നത്. ഇതേപോലെ UN നടത്താനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിന് ഒരുപാട് എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഒരുപാട് ആളുകളെ അതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പുറത്തുനിന്നുള്ള കുറേ ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മളുടെ മന്ത്രി അമിത്ഷാനെ കാണാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നമ്മൾ നടത്തുന്നുണ്ട്. ഈ ബ്ലാസ്ഫമി ലോ സംബന്ധിച്ചിട്ട് ഞാൻ ഇന്നിപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു, വെറുതെ പറയുന്നതല്ല. ഇന്ത്യയിലെ ബ്ലാസ്ഫമി നിയമം അതിൻ്റെ ആ ഒരു നിലയിൽ നിൽക്കുന്ന സാധനം അവസാനിക്കുന്നതിനുള്ള ഒരു കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്തൊരു കാരണം നമ്മളൊക്കെ തന്നെയായിരിക്കും. അത് കുറിച്ചിടാമെന്ന് പറയുന്നത് വെറുതെ അല്ല, വ്യാമോഹമല്ല. നമ്മളുടെ ഏത്തീസ്റ്റ് അലയൻസ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ സംഘടനയാണ്. അവരുടെ നേതൃത്വത്തിൽ ഈ എൻഡ് ബ്ലാസ്ഫമി ലോ അല്ലെങ്കിൽ റീപ്പീൽ ബ്ലാസ്ഫമി ലോസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്യാമ്പയിൻ തന്നെ നമ്മൾ തുടങ്ങാൻ നിൽക്കുകയാണ്. ഈ AAI എന്ന് പറയുന്ന ഈ സംഘടനയ്ക്ക് UN കൺസൾട്ടൻസി പദവിയുള്ളൊരു ഓർഗനൈസേഷൻ കൂടിയാണ്. അപ്പോൾ നമ്മൾ അതിലും കൂടി ചേർന്നാണ് നമ്മൾ ഈ പറയുന്ന ബ്ലാസ്ഫമി ലോയ്ക്കെതിരെ നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഉൾപ്പെടുന്ന ഒരു സംഘടനയാണെന്ന് മാത്രമല്ല, നമ്മളതിൻ്റെ ഒരു പ്രശ്നം ഈ ബ്ലാസ്ഫമി ഒരു നേരിടുന്ന ആളും കൂടി ആവുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വോയിസ് കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന കാര്യം. അപ്പോൾ ഏതായാലും ആ കേസ് കൊടുത്ത ആളുകളോട് എനിക്ക് തീർത്താൽ തീരാത്ത നന്ദിയാണുള്ളത്. കാരണം നമുക്കിപ്പോൾ ഒരു അഡീഷണൽ ഒരു എന്താ പറയുക, ഓൾറെഡി നമുക്കതിന് സംസാരിക്കാനുള്ള ഒരു അവസരം അവിടെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മളത് നേരിട്ടു എന്നുള്ളതിൻ്റെ പേരിൽ നമുക്കതിന് കുറച്ചുകൂടി ഒരു വെയിറ്റ്, ഒരു ഗ്രാവിറ്റി നമുക്ക് കൂടുതൽ കിട്ടുകയാണ്. സോ കുറച്ചും കൂടി ഒരു ഡിസേർവിങ് ആയിട്ടുള്ള ഒരാളാണ് പറയാൻ എന്നുള്ള രീതിയിൽ നമുക്ക് അവതരിക്കാൻ കഴിയാണ് അവിടെ. അപ്പോൾ അതിന് വലിയ നന്ദിയുണ്ട്. അപ്പോൾ എന്തായാലും ഞാനത് വെറുതെ പറഞ്ഞല്ല എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇത് ബ്ലാസ്ഫമി നിയമങ്ങൾ എന്തായാലും എടുത്ത് മാറ്റപ്പെടും. അതിൽ നമുക്കൊരു വലിയ പങ്കുണ്ടാവും എന്നുള്ള കാര്യം തന്നെയാണ്. നിങ്ങൾക്കും അതിലൊരു പങ്കുണ്ട് എന്നത് തന്നെയാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. സോ സ്വപ്നങ്ങൾ ആയിട്ടല്ല ഇത് നടക്കാൻ പോകുന്ന കാര്യങ്ങളിലേക്കുള്ള ചില പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ പറഞ്ഞു വെക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നമ്മളിവിടെ ഈ ഒരു കാര്യം ഇവിടെ നിർത്തുകയാണ്. ബാക്കി നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നാളെ നമ്മളുടെ നൈറ്റ് നമ്മളുടെ ഫോൺ കോൾ ഉണ്ട്. മീൻസ് നമ്മുടെ സ്ട്രീം യാർഡിൽ നമ്മൾ ചെയ്യുന്ന ജസീമൊക്കെ ആയിട്ട് ചേർന്ന് നടത്തുന്ന കൈപ്പള്ളിയൊക്കെ ഉണ്ടാവും. എല്ലാവരും കൂടി ഇരുന്ന് ഉള്ള ആ കലാപരിപാടി നമുക്ക് നാളെ ചെയ്യാമെന്ന് വിചാരിക്കും. കുറേ നാളായിട്ടത് മുടങ്ങി കിടക്കുകയാണ്, ലിറ്റ്മസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അത് നാളെ നമുക്ക് ചെയ്യാം. പിന്നെ ഇനി ബാങ്ക് വേണോ? രാവിലെ ഒരെണ്ണം നടത്തിയല്ല, ഓക്കെ. ആദ്യത്തേത് മിസ്സായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ അവസാനം ഒന്നുകൂടി ഇടുകയാണ്. ബാങ്ക് വല്ലാതെ കാക്കാമാരെ കൊള്ളിക്കുന്നു എന്നാണ് അറിയാം. മിക്കവാറും ഇനി അടുത്ത ബ്ലാസ്ഫമി വരാൻ പോകുന്ന ഇതിന് പേരിലാണ്. അപ്പോൾ എന്തായാലും എല്ലാ വീഡിയോയിലും അത് ഇടാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അത് പ്ലേ ചെയ്തിട്ട് മുന്നോട്ട് പോകാം. സോ എല്ലാവർക്കും ഒരു ശുഭരാത്രി. ഓക്കെ. Dingahu Akbar, Dingahu Akbar, Dingahu Akbar, Dingahu Akbar. Ashhadu an la ilaha illa Dingah. Ashhadu an la ilaha illa Dingah. Ashhadu anna mitu moyal rasulu Dingah. Ashhadu anna mitu moyal rasulu Dingah. Hayya ala free thinking. La hawla wala quwwata illa billah. Hayya ala ഫ്രീ തിങ്കിങ്ങിലേക്ക് വരൂ എന്നാണ് അതിൻ്റെ free thinking. ഓക്കെ. ഹയ്യ അല ഫ്രീ തിങ്കിങ്, ഫ്രീ തിങ്കിങ്ങിലേക്ക് വരൂ.
Hayya ala scientific temper. സയൻറ്റിഫിക് ടെമ്പറിലേക്ക് വരൂ. Hayya ala scientific temper. സയൻറ്റിഫിക് ടെമ്പറിലേക്ക് വരൂ. Dingahu Akbar, Dingahu Akbar. ഡിങ്കനാണ് വലിയവൻ, ഡിങ്കനാണ് വലിയവൻ. La ilaha illa Dinga. ഡിങ്കനല്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വേറെ ആരുമില്ല. ഇതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാ ആളുകൾക്കും ഒരു ഹായ് പറയുന്നു. കുറേ ആളുകൾക്ക് ഹായ് പറയുന്നുണ്ട്. വിനീത് ഹായ് വിനീത്. അപ്പോൾ നാളെ കാണാം. ഓക്കെ, അപ്പോൾ നാളെ ജോയിൻ ചെയ്യൂ. അപ്പോൾ പറഞ്ഞ പോലെ ഓക്കെ. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.